ശുദ്ധോ ബുദ്ധോ വിമുക്തഃ ശ്രുതിശിഖരഗിരാം മുഖ്യതാത്പര്യഭൂമി യസ്മാജ്ജാതം സമസ്തം ജഗദിദമമൃതാദ്വ്യാപ്യ സർവം സ്ഥിതോ യഃ യസ്യാം ശാംശാവതാരൈഃ സുരനരവനജൈർരക്ഷിതം സർവമേതത് തം ഭൂമാനം മുകുന്ദം ഹൃദി ഗതമമലം കൃഷ്ണമേവ പ്രപദ്യേ തം ഭൂമാനം മുകുന്ദം ഹൃദി ഗതമമലം കൃഷ്ണമേവ പ്രപദ്യേ മദീയഹൃദയാകാശേ സദാനന്ദമയോ ഗുരുഃ ഉദേതു സതതം സമ്യഗ് സ്വാത്മാനന്ദപ്രബോധകഃ സ്വാത്മാനന്ദപ്രബോധകഃ. ഹരിഃ 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 ഓം തസ്സത്. ജയ ഗുരു, ജയ ഗുരു. നമുക്കിനി പതിവുപോലെ ഒരു 3 തവണ ഓങ്കാരം ജപിക്കാം. നിങ്ങൾക്കൊക്കെ ഒരു ഊക്കും ഉണർവും ഉണ്ടാവും വേണ്ടതുപോലെ ജപിക്കുകയാണെങ്കിൽ. അതുമാത്രമല്ല, ഒപ്പത്തിനൊപ്പം ഈ ലോകത്തിന് മുഴുവനും കല്യാണകരവുമാവും അത്. കൈ കോർത്ത് മടിയിൽ വയ്ക്കൂ, കഷ്ടപ്പെടാതെ നിവർന്നിരിക്കൂ, കണ്ണടച്ച് വായും മനസ്സും തുറന്ന് എൻ്റെ കൂടെ ജപിക്കുക. ഇതാ നമ്മുടെ ഈ കൂട്ടജപധ്വനി ഭൂതലം മുഴുവനും വ്യാപിച്ച് എല്ലാ ജീവജാലങ്ങൾക്കും അനുഗ്രഹവർഷം ചൊരിയണം എന്നുകൂടി ഒരു സങ്കല്പം ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിങ്ങളുടെ എല്ലാവരുടെ മനസ്സിലും ഉണ്ടാവണം. ഇതാ ഓ പോരാ പോരാ പോരാ. ഓ ഹരി ഓം തസ്. ജയ ഗുരു. ഉദ്ധവൻ ശ്രീകൃഷ്ണൻ്റെ മുൻപിൽ അവതരിപ്പിച്ച ആ ശ്ലോകം എനിക്ക് തോന്നുന്നു ബഹുസഹസ്രം ജനങ്ങൾ ഭാരതത്തിൽ പലപ്പോഴുമായി അത് പറയുന്നുണ്ടാവും. രണാങ്കണത്തിൽ വെച്ച് അർജുനൻ പറഞ്ഞത് കാർപ്പണ്യദോഷോപഹത സ്വഭാവ, ആ ശ്ലോകമാണ് പറഞ്ഞത്. ഇവിടെ ഇപ്പോൾ പറയുന്നത് അങ്ങനെയല്ല. എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ അങ്ങ് പറഞ്ഞതുപോലെ ചെയ്യാൻ അനുവദിക്കാതെ പ്രവർത്തിക്കുന്ന 2 ഘടകങ്ങളുണ്ട്. ഒന്ന്, ഇതാണ് ഞാൻ എന്നൊരു തോന്നൽ. എന്താണ് ഇത്? ഈ ശരീരമാണ് ഞാൻ എന്നൊരു തോന്നൽ. ഈ ശരീരത്തിന് ഉപയോഗിക്കാനും അനുഭവിക്കാനുമായിട്ടുള്ള വസ്തുക്കളുണ്ടല്ലോ, ആ വസ്തുക്കളെ സംബന്ധിച്ച് എൻ്റെ എന്നൊരു തോന്നലുണ്ട്. ഈ 2 തോന്നൽ ഉള്ളിടത്തോളം കാലം അങ്ങ് പറഞ്ഞത് മാതിരി എല്ലാറ്റെയും വിട്ട് അങ്ങയെ മാത്രം എല്ലാ ദിക്കിലും കണ്ടുകൊണ്ട് നടക്കാൻ എനിക്ക് സാധിക്കില്ല. എന്നാൽ സാധിക്കണ്ടേ? സാധിക്കും വേണം. അതിനെന്താ വഴി? ആര് പറഞ്ഞോ ആ ആളെ തന്നെ ഞാൻ ആശ്രയിക്കാൻ പോവാ. ആര് പറഞ്ഞോ ആ ആളെ തന്നെ ഞാൻ ആശ്രയിക്കാൻ പോവാണ്. അപ്പോൾ കൃഷ്ണനോട് തന്നെയാണ് പറയണത്. എന്നിട്ട് ഉദ്ധവനാണല്ലോ, ഉപായപ്പെട്ടവനല്ല. അദ്ദേഹം പറയാണ്, അങ്ങല്ലാതെ ഈ ലോകത്തിൽ ആർക്കും ഈ കാര്യത്തിൽ ഉപദേശം തരാൻ പറ്റില്ല. ബ്രഹ്മാവ് മുതൽക്ക് ഉള്ളവരെല്ലാവരും ബഹിരർത്ഥഭാവാഹ, അവരുടെ കണ്ണും ദൃഷ്ടിയും ഒക്കെ പുറത്താണ്.
എന്നാൽ സത്യം കിടക്കുന്നതോ അകത്തും. ഈ ലോകത്തിലെല്ലാം കൂടി രണ്ട് വിഭാഗമാണ്. ഒന്ന്, ഇന്ദ്രിയങ്ങൾ കൊണ്ട് നോക്കിക്കാണാൻ പറ്റുന്ന വിഷയങ്ങൾ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഈ ലോകം എന്ന് നമ്മൾ പറയണു. എന്താ ഈ ലോകം? ലോകം നിങ്ങളോട് എപ്പോഴെങ്കിലും സംസാരിച്ച് ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടോ? പിന്നെ ആരാ പറയണത്? നമ്മൾ തന്നെയാണ് നോക്കിയിട്ട് ഈ ലോകം എന്ന് പറയണത്. ഏത് ലോകം? എൻ്റെ കണ്ണും എൻ്റെ കയ്യും, എൻ്റെ കണ്ണും എൻ്റെ കാതും എൻ്റെ മൂക്കും എൻ്റെ നാവും എൻ്റെ ത്വക്കും വെളിപ്പെടുത്തി തരുന്ന ലോകം. അപ്പം ഞാനും എൻ്റെ ഇന്ദ്രിയങ്ങളും ഇല്ലെങ്കിൽ ലോകമേ നിനക്ക് ഒരു സർട്ടിഫിക്കറ്റും കിട്ടില്ല, നീ ഉണ്ടാവില്ല എന്ന്. അപ്പോൾ ഈ ലോകത്തിനെ കാണിച്ചു തരുന്നത് നമ്മുടെ വ്യക്തിത്വമാണ്. ആ വ്യക്തിത്വത്തെ വേണ്ടതുപോലെ ആരും അപഗ്രസിച്ച് നോക്കാറില്ല. അതിൻ്റെ ഉള്ളിൽ തെറ്റായിട്ടുള്ള ഞാൻ എന്നൊരു തോന്നലും എൻ്റെ എന്നുള്ളൊരു തോന്നലുമുണ്ട്. ഇത് രണ്ടും ഉള്ളിടത്തോളം കാലം അങ്ങ് പറഞ്ഞതുമാതിരി അങ്ങയെയും ദ്വാരകയെയും വിട്ട് എനിക്ക് ബദരികാശ്രമത്തിലേക്ക് പോകാൻ സാധിക്കില്ല. അതുകൊണ്ട് എന്നെ സാധിപ്പിക്കത്തക്ക വിധത്തിലുള്ള ഉപദേശം തരണം. അങ്ങനെ ഉപദേശിക്കാൻ വല്ലയിടത്തും പോവാനും പറയരുത്. ബ്രഹ്മാവ് മുതൽക്ക് എല്ലാവരും ബാഹ്യദൃഷ്ടിയുള്ളവരാണ്, അകത്തേക്ക് നോക്കുന്നവരാരുമില്ല. ഇവിടെ എല്ലാം കൂടി രണ്ട് കാര്യങ്ങളേ ഉള്ളൂ. ഒന്ന് പുറം, പിന്നെ ഒന്ന് അകം. ആ പുറത്തുള്ളത് മുഴുവൻ കാണാനുള്ള 5 ഇന്ദ്രിയങ്ങൾ നമുക്കുണ്ട്. അത് ആരാ ഉണ്ടാക്കിയത്? അവിടെയാണ് നിങ്ങൾക്കുള്ള പോരായ. നമ്മുടെ കണ്ണും മൂക്കും ചെവിയും ഒക്കെ ഉണ്ടാക്കിയത് ആരാ? ആലോചിച്ച് നോക്കിയിട്ടുണ്ടോ? മാതൃഗർഭത്തിൽ ഭ്രൂണം സ്വയം വളർത്തിയെടുത്തതാണ് നമ്മുടെ കണ്ണും കാതും എല്ലാം തന്നെ, ദേഹാംഗങ്ങളും ദേഹവും ഒട്ടാകെ. ആ വളർത്തിയെടുക്കുന്നതിൽ അമ്മയ്ക്കൊരു പങ്കില്ല, അച്ഛനുമില്ല ഒരു പങ്ക്. അമ്മയ്ക്കുമില്ല, അച്ഛനുമില്ല. പിന്നെ ആർക്കാ അതിൽ പങ്ക്? ആ ഉള്ളിൽ അതിസൂക്ഷ്മമായി പരിലസിക്കുന്ന ഒരു സാന്നിധ്യമുണ്ട്. ആ സാന്നിധ്യം സ്വന്തം പ്രഭാവം കൊണ്ട് ചെയ്യുന്നതാണ് എല്ലാം തന്നെ. എന്താ ചെയ്തത്? അനന്തമായ ഈ ബ്രഹ്മാണ്ടത്തെ മുഴുവൻ നോക്കി കണ്ട് സമ്പർക്കം പുലർത്താനുള്ള ഇന്ദ്രിയങ്ങളോടും അവയവങ്ങളോടും മനസ്സോടും ബുദ്ധിയോടും തലച്ചോറും കൂടി ഒരു ശിശുവിനെ ഉണ്ടാക്കി അങ്ങോട്ട് പുറത്തേക്ക് വിട്ടു. ഇനി ഇതിലും വീതം നിങ്ങൾക്ക് എന്താ വേണ്ടത്? ആ ജനിച്ച ശിശു വളരെ ചുരുക്കം ചെറിയ ശരീരമാണ്. അത് വളരുമ്പോൾ ചെറുപ്പം മുതൽക്ക് തന്നെ അതിനപ്പം തന്നെ തൊട്ടാലറിയാം, കേട്ടാലറിയാം, കാലക്രമത്തിൽ കണ്ടാലറിയാം, രുചിച്ചറിയാം, ഇതൊക്കെ അറിയാൻ സാധിക്കുന്ന ഒരു ശിശു. അങ്ങനെ പഞ്ചേന്ദ്രിയങ്ങൾ നിർമ്മിച്ചിട്ടുള്ള ഒരു ലോകമാണിവിടെ. പഞ്ചേന്ദ്രിയങ്ങൾ നിർമ്മിച്ചിട്ടുള്ള ഒരു ലോകമാണിവിടെ. നമ്മളെ അറിയാതെയോ നമ്മൾ രചിക്കാത്തതോ ആയ ഒരു ലോകം ഇവിടെ ഇല്ല. ഇതാണ് നമ്മൾക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പുറമേ ഉള്ളതും പിന്നെ അകത്തുള്ളതും, പുറം അകന്ന് 2 വ്യത്യാസം. വാസ്തവത്തിൽ ആ വ്യത്യാസം പോലും ഉള്ളു രചിക്കുന്നതാണ്. ഈ വർത്തമാനം പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ആര്? കൃഷ്ണൻ. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒന്നും ഗ്രഹിക്കാൻ ബാക്കി നിൽക്കില്ല. പ്രപഞ്ചത്തിൻ്റെ സർവ്വ കാര്യങ്ങളും മനസ്സിലാവും. നമ്മുടെ വ്യക്തിത്വത്തിൻ്റെ എല്ലാ പ്രഭാവങ്ങളും നമുക്ക് മനസ്സിലാവും. ഞാൻ ആ ശ്ലോകം പറഞ്ഞു തരാം, നിങ്ങളെല്ലാവരും ഏറ്റു ചൊല്ലണം. 2-3 ദിവസം കൊണ്ട്, 2-3 ദിവസം കിട്ടുമെന്ന് എനിക്കറിയില്ല, ഇന്നും നാളെയും കൂടിയല്ലേ ഉള്ളൂ. അപ്പോൾ അത് നിങ്ങൾ പഠിക്കും വേണം. സോഹം മമാഹമിതി മൂഢമതിഃ വിഗാഢഃ ത്വന്മായയാ വിരചിതാത്മനി സാനുബന്ധേ തത്വഞ്ജസാ നിഗദിതം ഭവതാ യഥാഹം സംസാധയാമി ഭഗവൻ അനുഷാധിഭൃത്യം. നിങ്ങൾക്ക് ഇഷ്ടമായോ ഈ ശ്ലോകം? എല്ലാവർക്കും ഉള്ള വിഷമാത്. പണ്ഡിതൻ മുതൽക്ക് പാമരൻ വരെ
ഭൂസുരശ്രേഷ്ഠൻ മുതൽക്ക് അങ്ങേ അറ്റത്തെ താണയുള്ള ആൾക്കാരെ എല്ലാവർക്കും സോഹം മമാഹമിതി മൂഢമതിർവിഗാഢ ത്വന്മായയാ വിരചിതാത്മനി സാനുബന്ധേ തത്വഞ്ജസാ നിഗദിതം ഭവതാ യഥാഹം സംസാധയാമി ഭഗവൻ അനുഷാധിഭൃത്യം. ഞാൻ അങ്ങയുടെ ഭൃത്യനാണ് കൃഷ്ണപരമാത്മാവേ. ഈ ഭൃത്യനോട് അങ്ങ് നിർദ്ദേശിച്ചാൽ അത് ഉടനെ അവൻ ചെയ്യണം. എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. വിഷമങ്ങൾ എവിടെയാ? ഉള്ളിലാണ്. ആ ഉള്ളിലുള്ള വിഷമങ്ങൾ മുഴുവൻ തുടച്ചു മാറ്റി അങ്ങ് പറഞ്ഞ മാതിരി അങ്ങയെയും ദ്വാരകയെയും വിട്ട് ഹിമാലയത്തിലേക്ക് പോകാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു ഉൾത്തിരുത്തും ഉൾവികാസവും സന്നദ്ധതയും എനിക്കുണ്ടാവണം. അതിനു വേണ്ട ഉപദേശം തരൂന്ന്. നിങ്ങൾ വിശാലമായി ചിന്തിച്ചാൽ ഇതെല്ലാവർക്കും ആവശ്യമുള്ളതല്ലേ? എന്താ മിണ്ടാത്തെ? എന്ത് കാര്യം ചെയ്യണമെങ്കിലും നമ്മുടെ മനസ്സതിനെ അനുവദിക്കണം, നമ്മുടെ ബുദ്ധി അതിന് തുണയ്ക്കണം. ചെയ്യുന്ന കർമ്മം ഘോരമാകട്ടെ, ധീരമാകട്ടെ, ഭീമമാകട്ടെ, ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി നമ്മളെ എന്ത് നേരിട്ടാലും ആ നേരിട്ടതിന് വേണ്ടതുപോലെ ഉൾക്കൊണ്ട് സമീകരിച്ചെടുത്ത് ആത്മസാക്ഷാത്കരിച്ചെടുത്ത് നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റണം. അത് സാധിക്കാനും സാധിപ്പിക്കാനും ഉള്ളത് മനസ്സും ബുദ്ധിയുമാണ്. ഈ മനസ്സും ബുദ്ധിയും അല്ലാതെ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ വേറെ ഒന്നുമില്ല. നമ്മുടെ ഉൾവ്യക്തിത്വത്തിൽ 3 ഘടകങ്ങളാണ്. ഒന്ന് വൈകാരികമായി ഭാവാത്മകമായിരിക്കുന്ന മനസ്സ്, പിന്നെ ഒന്ന് വിചാരശീലവും ജിജ്ഞാസുവുമായിരിക്കുന്ന ബുദ്ധിയും. ഇങ്ങനെ 2 എണ്ണേ ഉള്ളൂ. ഈ 2 എണ്ണത്തിൻ്റെ കോലാഹലമാണ് ഈ കാണുന്നത്. നിങ്ങൾ ധരിക്കുന്ന വസ്ത്രം ഈ ബുദ്ധി ഉണ്ടാക്കിയതാണ്. നിങ്ങൾ കഴിക്കുന്ന ഭക്ഷണം അതിൻ്റെ വൈവിധ്യം അത് നമ്മുടെ ബുദ്ധി കൊണ്ടുണ്ടാക്കിയതാണ്. മൃഗങ്ങളുടെ ഇടയിൽ വല്ല മാറ്റവും വരുന്നുണ്ടോ? ഇല്ലല്ലോ. മനുഷ്യൻ മാത്രമല്ലേ എന്തെങ്കിലും സഭ്യതയിൽ സിവിലൈസേഷനിൽ ഒരു മാറ്റം വരുത്താൻ പറ്റുന്നുള്ളൂ. അത് നമ്മുടെ ബുദ്ധിയുടെയാണ്. ഒരു കൊമ്പൻ ആന, അപ്പോ എത്ര വലുപ്പം അതിന്! അതിൻ്റെ അടുത്തൊരു ആനക്കാരൻ നിൽക്കണു, ഒരു ചുള്ളിക്കോലും കയ്യിൽ പിടിച്ചില്ല. പീരാനയെന്ന് പറഞ്ഞാൽ അത് പീരുന്നു. ആ ആനയുടെ വാലുകൊണ്ട് ഒരു തട്ട് തട്ടിയാൽ 8 കുട്ടിക്കരടം മറിയും ഈ ആനപ്പാപ്പൻ. പക്ഷേ സാധിക്കണില്ലല്ലോ. എന്താണത് വ്യത്യാസം? ബുദ്ധിയാണ് വ്യത്യാസം. നമ്മുടെ ബുദ്ധിക്ക് മീതെ ഒരു സൃഷ്ടിവിശേഷമില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അത്ര വിശേഷപ്പെട്ടതാണ്. അപ്പോൾ ഈ പ്രാർത്ഥനയാണ് മുൻപിൽ വെച്ചത്. അതിന് മറുപടിയായിട്ടാണ് കൃഷ്ണൻ പറയാൻ തുടങ്ങിയത്. പുരുഷത്വേജമാം ധീരാഃ സാഖ്യയോഗ വിശാരദാഃ ആവിസ്തരാം പ്രപശ്യന്തി സർവശക്തി ഉപബൃംഹിതം. ഒക്കെ അർത്ഥവത്തായിട്ടുള്ള കാര്യങ്ങളാണ്. ആദ്യമായിട്ട് പറഞ്ഞു നിർത്തിയത് എന്താ? ആത്മനോ ഗുരുരാത്മൈവ പുരുഷസ്യ വിശേഷതഃ യത് പ്രത്യക്ഷാനുമാനാഭ്യാം ശ്രേയോസാവനുവിന്ദതേ. വാസ്തവത്തിൽ എൻ്റെ പൊന്നുദ്ധവ, ഒരു മനുഷ്യന് ഗുരുവായിട്ടുള്ളവൻ അവൻ്റെ ആത്മാവ് തന്നെയാണ്. ആത്മനോ ഗുരുരാത്മൈവ പുരുഷസ്യ വിശേഷതഃ. മനുഷ്യൻ്റെ ജീവിതത്തിൽ ഇത് വിശേഷിച്ചും അങ്ങനെയാണ്. യത് പ്രത്യക്ഷാനുമാനാഭ്യാം ശ്രേയോസാവനുവിന്ദതേ. തൻ്റെ ഉള്ളു തന്നെയാണ്, തൻ്റെ ആത്മാവ്, തൻ്റെ ബുദ്ധി, തൻ്റെ മനസ്സ് തന്നെയാണ് തൻ്റെ ഗുരു. ആ മനസ്സും ബുദ്ധിയും കൂടിയിട്ട് എന്തു വേണം? യത് പ്രത്യക്ഷാനുമാനാഭ്യാം. ഒന്ന് പറയൂ. ഞാനീ പറയുമ്പോൾ എന്താ നിങ്ങൾക്ക് മടി? യത് പ്രത്യക്ഷാനുമാനാഭ്യാം. എന്നാ നിങ്ങൾക്ക് വേണ്ടി ഞാനാ പറയാൻ പോണേ മടിയന്മാരെ. യത് പ്രത്യക്ഷാനുമാനാഭ്യാം. യത് പ്രത്യക്ഷാനുമാനാഭ്യാം. എന്താ ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് അറിയാമോ? പ്രത്യക്ഷമായിട്ട് കാണുന്നതും കാണിച്ചു തരുന്നതുമാണ് നമ്മളെ ഇന്ദ്രിയങ്ങൾ. ആ ഇന്ദ്രിയങ്ങൾ കാണിച്ചു തരുന്ന കാഴ്ചകൾ കൊണ്ട് മാത്രം നമുക്ക് കാര്യം നടക്കില്ല. അതിന് അക്ഷം എന്ന് വെച്ചാൽ കണ്ണ്. അതിൻ്റെ മുൻപിലുള്ളത് എല്ലാ ഇന്ദ്രിയങ്ങൾക്കും മുമ്പിലുള്ളത്. ഈ പ്രപഞ്ചം അങ്ങനെയല്ലേ? ഇവിടെ ഭൂമിയുണ്ട്, വെള്ളമുണ്ട്, കാറ്റുണ്ട്, അഗ്നിയുണ്ട്. അത് വിട്ടാലോ പിന്നെ എന്താ ഉള്ളത്? ആകാശം. ഇത് ഉണ്ട് എന്ന് പറയുന്നത് ആരാ? നമ്മുടെ ഇന്ദ്രിയങ്ങളാണ്. ആ ഇന്ദ്രിയങ്ങളെ പ്രവർത്തിപ്പിക്കുന്നത് ആരാ? മനസ്സാണ്. മനസ്സിന് ദിശ നൽകുന്നതോ ബുദ്ധിയാണ്.
അപ്പോൾ ഈ ഇന്ദ്രിയങ്ങൾ പ്രവർത്തിച്ച് ലോകത്തെ കാണിച്ചു തരുന്നുണ്ടെങ്കിലും അതിൻ്റെ ഉള്ളിൽ കിടന്ന് കളിക്കുന്നത് മുഴുവനും ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ഘടകങ്ങളാണ്. ആ ഉള്ളിലുള്ള ഘടകങ്ങളെ ഈ ഇന്ദ്രിയങ്ങൾക്ക് വെളിപ്പെടുത്തി തരാൻ സാധിക്കില്ല. അപ്പോൾ പിന്നെ ഉള്ളിലേക്ക് പ്രവേശിക്കാൻ എന്താ വഴി? നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ എനിക്കൊരു മനസ്സുണ്ട് എന്ന്. എന്താ മിണ്ടാത്തെ? നിങ്ങൾക്കൊരു മനസ്സുണ്ടെന്ന് അറിയില്ലേ? അവിടെ എന്തെങ്കിലും ചിന്തയോ വികാരമോ ഉണ്ടായാൽ നിങ്ങൾ അറിയുന്നുണ്ടോ? പക്ഷേ കണ്ണ് കാണിച്ചിട്ടാണോ? മൂക്കോ? അപ്പോൾ എങ്ങനെയാണ് നിങ്ങളിത് മനസ്സിലാക്കിയേ? ശരീരത്തിൻ്റെ ഉള്ളിൽ ഒരു മനസ്സുണ്ടെന്നും ആ മനസ്സ് പലവിധത്തിലുള്ള ചിന്തകളും വികാരങ്ങളും ഭാവങ്ങളും ഉളവാക്കുന്നു എന്നും ആരാ പറഞ്ഞു തരുന്നത്? അപ്പോൾ ഇന്ദ്രിയങ്ങൾക്ക് അതീതമായിട്ട് നമ്മൾക്കൊരു ഘടകമുണ്ട്. ആ ഘടകം പ്രയോഗിച്ച് കണ്ടെത്തുന്ന കാര്യങ്ങളൊക്കെയാണ് അനുമാനം എന്ന് പറയുക, ഊഹാപോഹം എന്നൊക്കെ. ഒരു ജ്യോത്സ്യനെ പറ്റി പറയും ഊഹാപോഹപ്പെട്ടു പ്രാജ്ഞഹാന്ന്. ഈ ജ്യോത്സ്യൻ്റെ മിടുക്ക് എങ്ങനെയാ? പലതും കണ്ടിട്ട് ആ കണ്ടതിനെ വെച്ചുകൊണ്ട് ഊഹിച്ചെടുക്കാൻ സാധിക്കണം. ആ ഊഹാപോഹം അനുമാനം. ഒരാളുടെ മുഖം കണ്ടു, എന്താ നിങ്ങൾ മുഖം മ്ലാനമായിരിക്കുന്നത്, എന്താ മനസ്സിന് വിഷമമുണ്ടോയെന്ന്. മനസ്സിനെ നമ്മൾ കാണുന്നില്ല, മുഖേ നമ്മൾ കാണുന്നുള്ളൂ. കണ്ടിട്ട് ചോദിക്കുകയാണ്, അത് പ്രസന്നമല്ല, ചില ചുളിവൊക്കെ കാണാനുണ്ട്, എന്ത് പറ്റി, എന്താ വിഷമമെന്ന് നമ്മൾ ചോദിക്കാറുണ്ട്. ആ ചോദ്യത്തിന് പിന്നിൽ എന്താ? കണ്ണുകൊണ്ട് മുഖം കണ്ടു, ബുദ്ധി കൊണ്ട് ആലോചിച്ചു വിഷമം എന്തോ ഉണ്ടെന്ന്. നമുക്ക് കോടതിയില്ലാതെ ജീവിക്കാൻ പറ്റില്ലല്ലോ. ആ കോടതിയിൽ എന്താ ചെയ്യണത്? ജഡ്ജി പറയണതൊക്കെ കേൾക്കും. നടന്ന സംഭവം കണ്ടിട്ടില്ല, കാണാനും പാടില്ല. എന്നിട്ട് താൻ കണ്ടിട്ടില്ലാത്ത സംഭവത്തിൻ്റെ മുകളിൽ ഒരു തീർപ്പ് കൽപ്പിച്ച് ഒരാളെ തൂക്കി കൊല്ലാൻ വരെ വിധിക്കുന്നുണ്ട്. ആര്? ഡിസ്ട്രിക്ട് ജഡ്ജ്, ഹൈക്കോർട്ടിൻ്റെ സ്ഥിരീകരണമടക്കം. അപ്പോൾ ഈ ഊഹാപോഹം അനുമാനം എന്ന് പറഞ്ഞാൽ അതിന് വലിയ ശക്തിയാണ്. അപ്പോൾ ഇവിടെ പറയുകയാണ്, യത് പ്രത്യക്ഷാനുമാനാഭ്യാം ശ്രേയോസാവനുവിന്ദതേ. നിങ്ങൾക്കൊക്കെയുള്ള വിഷമം എന്താ? നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ഉപയോഗിക്കണു, ബുദ്ധിയെ ഉപയോഗിക്കണില്ല. ആ ബുദ്ധിയെ കൂടി ഉപയോഗിച്ചാൽ മാത്രമേ ഭക്തി വളരുള്ളൂ, ഭഗവത് സാക്ഷാത്കാരം കയ്യിലാക്കാൻ സാധിക്കൂ. ബുദ്ധി പ്രയോഗിക്കൂ. പുരുഷത്വേച മാം ധീരാഃ സാഖ്യയോഗ വിശാരദാഃ ആവിസ്തരാം പ്രപശ്യന്തി സർവശക്ത്യുപബൃംഹിതം. പുരുഷത്വേച, ഈ മനുഷ്യ ശരീരത്തിലും എന്താ? മാം ധീരാഃ, എന്നെ ധീരാഃ ബുദ്ധിമാന്മാർ, സാഖ്യയോഗ വിശാരദാഃ. ഒന്ന് പറയൂ. സാഖ്യയോഗ വിശാരദാഃ. അരുമയായി പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. ആര്? കൃഷ്ണൻ. ആര്? ഉദ്ധവനെ. ആ പുരുഷ ശരീരം കിട്ടിക്കഴിഞ്ഞാൽ എന്തു വേണം? സാഖ്യയോഗ വിശാരദാഃ. സാഖ്യം എന്ന് പറഞ്ഞാൽ എന്താ? ഉപനിഷത്തിൽ, വേദോപനിഷത്തുകളിൽ പ്രതിപാദിച്ചിട്ടുള്ള ആ ഏകതത്വമുണ്ടല്ലോ, അതിന് പരമാത്മാന്ന് പറയൂ, ആത്മാന്ന് പറയൂ, ബ്രഹ്മം എന്ന് പറയൂ, പരമതത്വം എന്ന് പറയൂ. അതിലെല്ലാം കൂടി ഒരൊറ്റ കാര്യമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ബ്രഹ്മൈവേദമൃതം പുരസ്താദ് ബ്രഹ്മ പശ്ചാത് ബ്രഹ്മ ദക്ഷിണതശ്ചോത്തരേണ. ഇവിടെ ബ്രഹ്മം മാത്രമേ ഉള്ളൂ, മുൻപിലും പിന്നിലും മുകളിലും ചോട്ടിലും വലത്തും ഇടത്തുമെല്ലാം. ബ്രഹ്മൈവേദം വിശ്വമിദം വരിഷ്ഠം. ഈ കാണുന്ന പ്രപഞ്ചം മുഴുവനും ബ്രഹ്മം മാത്രമാണ്. ഇതാണ് ഉപനിഷത്തിൻ്റെ പ്രഖ്യാപനം. ആ തത്വം അതൊരു തത്വമാണ്. നിങ്ങളെൻ്റെ കൂടെ ഉണ്ടോ ഞാൻ പറയുമ്പോൾ? തത്വം എന്നുള്ള വാക്കിന് എന്താ അർത്ഥം? മനസ്സുകൊണ്ടും ബുദ്ധി കൊണ്ടും മാത്രം ഗ്രഹിക്കാൻ സാധിക്കുന്നതാണ് തത്വം. ഇപ്പോൾ ഇംഗ്ലീഷ് നമ്മൾ ഇൻഫിനിറ്റിക്ക് എങ്ങനെയാണ് എഴുതുക? 8 തിരിച്ചിട്ടമായി ഇങ്ങനെ എഴുതും. ഇത് ഇൻഫിനിറ്റി എന്നുള്ളതിൻ്റെ ഒരു അടയാളമാണ്. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ അനന്തത എന്നാണ് അർത്ഥം. അനന്തത എന്ന് നമ്മൾ പറയണമുണ്ട്, ഗ്രഹിക്കണമുണ്ട്, എഴുതി സൂചിപ്പിക്കുന്നുമുണ്ട്. എന്നാൽ ഈ അനന്തതയെ കാണാൻ പറ്റുമോ? മിണ്ടിയില്ല. നമുക്ക് കണ്ണുകൊണ്ട് മുമ്പിലല്ലേ കാണാൻ പറ്റുള്ളൂ, പിന്നിൽ കാണാൻ പറ്റുമോ? പുറത്തല്ലേ കാണാൻ പറ്റുള്ളൂ, അകത്ത് കാണാൻ പറ്റുമോ? പക്ഷേ അനന്തത എന്ന് പറയുമ്പോഴോ അതെല്ലാം പെട്ടു. അപ്പോൾ അനന്തതയെ നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷേ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി ഗ്രഹിപ്പിക്കാൻ സാധിക്കും.
ആ ഗ്രഹണം നടത്തുന്നത് എവിടെയാ? മനസ്സിലും ബുദ്ധിയിലുമാണ്. ഈ സാഖ്യം എന്ന് പറയുമ്പോൾ ബുദ്ധി ഉപയോഗിച്ച് ആവർത്തിച്ച് തത്വവിചാരം ചെയ്ത് ആ വിചാരത്തിൻ്റെ പരിസമാപ്തിയിൽ നമുക്ക് വേണ്ടതുപോലെ ഗ്രഹിച്ച് അനുഭവിച്ച് സാക്ഷാത്കരിച്ച് അതിൽ ആറാടാൻ പറ്റിയ തരത്തിലുള്ള ഒരു ഗ്രഹണവിശേഷം നടക്കും. അങ്ങനെയുള്ള സാഖ്യ യോഗവിശാരദാഹ. പിന്നെ യോഗം. എന്താണ് ഈ യോഗം? യോഗം എന്ന് പറഞ്ഞാൽ യോഗാസനങ്ങളും മുദ്രകളുമല്ല. യോഗം എന്നുള്ള വാക്കിനർത്ഥം ഒന്ന് മറ്റൊന്നോടുകൂടി കൂടിച്ചേർന്ന് രണ്ട് എന്നുള്ള നിലയെ അങ്ങോട്ട് പോകണം. ഒന്നിനെ മറ്റൊന്നുമായി ചേർത്ത് ഒന്ന് മറ്റൊന്ന് എന്നുള്ള നില പോയി ഒന്നായിത്തീരുന്ന ഒരു വിശേഷമാണ് ഈ യോഗം. അതെവിടെയാണ് നടക്കുക? പുറത്ത് നടക്കില്ല. സോഡിയവും ക്ലോറിനും കൂട്ടിച്ചേർത്ത് സോഡിയം ക്ലോറൈഡ് ഉണ്ടാക്കുന്നത് പോലെ അല്ലാതെ ഒരൊറ്റ സ്ഥലത്ത് മാത്രമേ ഒന്നാവുള്ളൂ. പറയട്ടെ കേൾക്കോ? മനസ്സിലാക്കോ? നമ്മൾ ഉണർന്നിരിക്കണു 16 മണിക്കൂർ നേരം. ആ ഉണർന്നിരിക്കുന്ന സമയത്ത് നമുക്ക് എന്തൊക്കെയുണ്ട്? ഈ പാഞ്ചഭൗതികമായ പ്രപഞ്ചം അതിൻ്റെ അസംഖ്യതയോടുകൂടി വൈവിധ്യത്തോടുകൂടി അനന്തമായ വൈവിധ്യവും അനന്തമായ എണ്ണങ്ങളുമാണ് ഇവിടെ. അങ്ങനെയുള്ള ഒരു പ്രപഞ്ചത്തിനെയാണ് നാം ചെറിയ കണ്ണുകൾ കൊണ്ട് കണ്ട് വ്യവഹരിക്കുന്നത്. ആ വ്യവഹാരം ബഹുമുഖമാണ്, അനേകാത്മകമാണ്. ആ അനേകാത്മകമായിരിക്കുന്ന വ്യവഹാരങ്ങൾ മുഴുവനും എൻ്റെ കൂടെ ഉണ്ടോ നിങ്ങൾ? 16 മണിക്കൂർ കഴിഞ്ഞാൽ എന്ത് ചെയ്യണു? ഒറ്റയടിക്ക് ഈ മനസ്സ് എല്ലാറ്റിനെയും മാച്ചു. ആ ഉറങ്ങുന്ന സമയത്ത് എത്ര എണ്ണം അവിടെ? എന്താ മിണ്ടാതെ? ഉറങ്ങുന്ന സമയത്ത് എത്ര എണ്ണം ഉണ്ട്? നിങ്ങളുടെ കുട്ടിയുണ്ടോ അവിടെ? കെട്ടിയോനുണ്ടോ? വീടുണ്ടോ? ദേഹമുണ്ടോ? മനസ്സുണ്ടോ? ബുദ്ധിയുണ്ടോ? അഹങ്കാരമുണ്ടോ? ദൈവമുണ്ടോ? എവിടെ പോയി? എവിടെ പോയിടപ്പാ? എല്ലാം കൂടി ഒന്നായോ? അതാണ് യോഗം. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള ഉണർവ് മേഖലയിൽ, ചേതനാമേഖലയിൽ അവിടെ പ്രതിഫലിക്കുന്നത് എന്തെല്ലാം ഉണ്ടോ ആ എല്ലാറ്റിനെയും മാച്ച് ഒന്നാക്കി തീർക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഉറക്കം. അവിടെ മാത്രമേ ഈ യോഗമുള്ളൂ. അപ്പോൾ സാഖ്യയോഗ വിശാരദാഹ, ഇത് രണ്ടിലും നല്ല വിശാരദന്മാരായി സാമർഥ്യം കൈവന്ന് ആ വിസ്തരാം പ്രപശ്യന്തി. ഒന്ന് പറയൂപ്പാ, എത്ര വയസ്സായി നിങ്ങൾക്ക്? ആ വിസ്തരാം പ്രപശ്യന്തി. 8 അക്ഷരമാണ് ഞാൻ നിങ്ങളോട് പറയണത്. നിങ്ങൾ എന്താ ഈ ലഭ്യന്മാരായിട്ട് പറയാണ്ടിരിക്കണേ? ആ വിസ്തരാം പ്രപശ്യന്തി. ഞാൻ എന്താ പറയണത്? നിങ്ങളുടെ വൈഭവമാണ് പറയണത്. നിങ്ങളുടെ വൈഭവമാണ് പറയുന്നത്. ആ വിസ്തരാം പ്രപശ്യന്തി. സാഖ്യത്തിലും യോഗത്തിലും വിശാരദന്മാരായി ഈ ശരീരത്തിൻ്റെ ഉള്ളിൽ തന്നെ ആ വിസ്തരാം പ്രപശ്യന്തി, വളരെ സ്പഷ്ടമായി വിസ്തൃതമായി വിശാലമായി നല്ല പോലെ കാണുന്നു. സർവശക്തി ഉപബൃംഹിതം, എല്ലാ ശക്തികളോടും കൂടി പരിലസിക്കുന്ന ആ ഉൾ സാന്നിധ്യത്തെ, ആ ഉൾ ആത്മാവിനെ, ആ ഉൾ ഈശ്വരനെ നമുക്ക് പരിശോധിച്ച് കണ്ടുപിടിക്കാൻ സാധിക്കുന്നു. അത് മനുഷ്യ ശരീരത്തിൽ മാത്രമേ പറ്റൂ. കണ്ടാമൃഗത്തിന് പറ്റില്ല, തിമിംഗലത്തിന് പറ്റില്ല, കൊമ്പനാനയ്ക്ക് പറ്റില്ല. നമ്മുടെ മനുഷ്യ ശരീരത്തിൽ മാത്രമേ ഈ ബുദ്ധിയും മനസ്സും ഉപയോഗിച്ച് തത്വവിചാരം ചെയ്ത് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ശരീരത്തിൽ എന്തോ ഒന്നുണ്ടെന്ന് നിങ്ങൾ സമ്മതിക്കും. പക്ഷേ അത് സർവശക്തി ഉപബൃംഹിതമാണെന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റുമോ? പറ്റില്ല. എന്താ കാരണം? ആലോചനയില്ലാത്തത് കൊണ്ട്, മണ്ടന്മാരായതുകൊണ്ട്. ആലോചനയില്ലാത്തത് കൊണ്ട്. ആലോചിച്ച് നോക്കൂ. പറഞ്ഞു തരട്ടെ? മിണ്ടില്ല. പറഞ്ഞു തരട്ടെ? ഈ ലോകത്തെ മുഴുവൻ കാണിച്ചു തരുന്നത് ഇന്ദ്രിയങ്ങളാണെന്ന് ഞാൻ പറഞ്ഞു.
നമ്മുടെ മുമ്പിൽ എന്ത് വന്ന് നിൽക്കട്ടെ, ഭഗവാൻ പോലും വന്ന് നിൽക്കട്ടെ, ഞാൻ കണ്ണങ്ങട് അടച്ചാൽ ആ ദർശനമുണ്ടാവില്ല. ഭഗവാൻ എന്നോട് ഇറക്കേണ്ടി വരും, സ്വാമിജി ഞാൻ വന്ന് നിന്നിട്ടുണ്ട്, ഒന്ന് കണ്ണ് തുറന്ന് കാണൂന്ന്. അപ്പം ഞാൻ കണ്ണ് തുറന്നാലേ വസ്തു ദർശനമുണ്ടാവുള്ളൂ. അപ്പോൾ വസ്തുവോ മേലെ നമ്മളോ? എൻ്റെ നെഞ്ചിൽ ആരാ വന്ന് നടക്കുന്നത്? ഈ കാണുന്നതിനെ മുഴുവൻ കാണിച്ചു തരുന്നത് നമ്മളാണ്, കണ്ണുകളാണ്. ആ കാണിച്ചു തരുന്ന ലോകത്തെ മുഴുവനും മനസ്സിലാണ് പ്രതിഫലിക്കുന്നത്. ആ മനസ്സാണ് 16 മണിക്കൂർ ഉണർന്നിരുന്നതിന് ശേഷം പെട്ടെന്ന് മാച്ചു കളയുന്നത്. ഈ ലോകത്തിന് നമ്മളെ മായ്ക്കാൻ പറ്റുമോ? ഈ ലോകത്തിന് നിങ്ങളുടെ ശരീരത്തിന് മാച്ചു കളയാൻ പറ്റുമോ? എന്താ മിണ്ടാതെ? ഞാൻ പോവാ നല്ലത്. കാറ്റ് നിങ്ങളെ മായ്ക്കുമോ? ഭൂമി മായ്ക്കുമോ? വെള്ളം മായ്ക്കുമോ? അഗ്നി മായ്ക്കുമോ? ആകാശം മായ്ക്കുമോ? പക്ഷേ നിങ്ങളുടെ കണ്ണും മനസ്സും ഈ ലോകത്തെ മായ്ക്കുന്നുണ്ടോ? അപ്പോൾ ഏതാ മേലെ? കണ്ണു തുറച്ചു പറയുന്നപ്പാ ഏതാ മേലെന്ന്. അതാണ് കൃഷ്ണൻ അർജുനനോട് പറയുന്നത്. ഇന്ദ്രിയാണി പരാന്യാഹു, ഇന്ദ്രിയങ്ങളാണ് ലോകവിഷയങ്ങളെക്കാൾ ശ്രേഷ്ഠം, മികച്ചത്. 5 ഇന്ദ്രിയങ്ങളെ മൂടി അവിടെ കിടന്നാൽ പിന്നെ ഈ ലോകം തന്നെ ഇല്ലപ്പാ. ഉറങ്ങുന്ന സമയത്ത് മക്കളുണ്ടോ? കുട്ടികളുണ്ടോ? വീടുണ്ടോ? സ്വന്തം ദേഹമുണ്ടോ? മനസ്സുണ്ടോ? ബുദ്ധിയുണ്ടോ? അഹങ്കാരമുണ്ടോ? ഒന്നുമില്ലല്ലോ. അങ്ങനെ എല്ലാറ്റിനെയും മാച്ചു കളയുന്ന ഒരു ശക്തി അത് തന്നെയാണ് എല്ലാറ്റിനെയും ഉണർത്തിത്തരുന്നത്. അപ്പോൾ ഈ ലോകം ഉണർത്തപ്പെടുന്നതാണ് ആരാൽ? നമ്മുടെ മനസ്സിനാൽ, നമ്മുടെ ബുദ്ധിയാൽ, നമ്മുടെ ഇന്ദ്രിയങ്ങളാൽ. അപ്പം അതിൽ ആദ്യമുള്ള ഈ ഇന്ദ്രിയങ്ങൾ ഇന്ദ്രിയാണി പരാന്യാഹു, ലോകവസ്തുക്കളേക്കാൾ മികച്ചതാണ്. ഇന്ദ്രിയേഭ്യ പരം മനഃ, ഇന്ദ്രിയങ്ങളേക്കാൾ ശ്രേഷ്ഠമാണ് മനസ്സ്. മനസ്സസ്തു പരാ ബുദ്ധി, മനസ്സിനേക്കാൾ ശ്രേഷ്ഠമാണ് ബുദ്ധി. യോ ബുദ്ധേഹ പരതസ്തു സഹ, ആ ബുദ്ധിയേക്കാൾ ശ്രേഷ്ഠമാണ് ഞാൻ എന്ന് പറയുന്ന ആ സത്താവിശേഷം. അപ്പോൾ പറയൂ, നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള ശക്തിയും ഉണ്ടോ ഇല്ലേ? നിങ്ങൾക്കിത് പറഞ്ഞെന്താ പല്ലു കൊഴിഞ്ഞു പോവോ? എനിക്ക് മനസ്സിലാവണില്ല. ഒന്ന് പറയുന്നപ്പാ. സാധാരണ പ്രവക്താക്കൾ ഇങ്ങനെ പറഞ്ഞ് വണ്ടിമാതിരി പോവും. ഭൂമാനന്ദ സ്വാമി അങ്ങനെയല്ല. എനിക്ക് നിങ്ങൾ മനസ്സിലാക്കണമെന്നുണ്ട്. അപ്പം ഞാൻ ചോദിക്കുമ്പോൾ മറുപടി പറഞ്ഞില്ലെങ്കിൽ എനിക്ക് വലിയ വിഷമമാണ്. നിങ്ങളുടെ ശരീരത്തിലുള്ള ഇന്ദ്രിയങ്ങൾ മുതൽ, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, ബുദ്ധി, ഇവയ്ക്ക് എല്ലാറ്റിനും മീതെയാണ് യോ ബുദ്ധേഹ പരതസ്തു സഹ. അപ്പം നിങ്ങളുടെ ഉള്ളിലുള്ള അന്തരാത്മാവുണ്ടല്ലോ, ഞാൻ എന്ന വാക്കുകൊണ്ട് സൂചിപ്പിക്കുന്ന അന്തരാത്മാവ്, ആ അന്തരാത്മാവ് ഈ കാണുന്ന പ്രപഞ്ചത്തിനേക്കാൾ മികച്ചതാണോ അല്ലയോ എന്നൊരു ചോദ്യമാണ്. മികച്ചതാണ്. അപ്പം എല്ലാ ശക്തികളോടും കൂടി പരിലസിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള ആ ഉൾഉണർവാണ്, ഉൾചേതനയാണ്, ശുദ്ധബോധമാണ്, പ്രജ്ഞാവിശേഷമാണ്, സംവിത്താണ്, ചിത്താണ് നമ്മുടെ ഉള്ളിലുള്ളത്. പുരുഷത്വേ ചമാം ധീരാഃ സാഖ്യയോഗ വിശാരദാഃ ആവിസ്തരാം പ്രപശ്യന്തി സർവശക്തിയുപബ്രംഹിതം. അങ്ങനെയാണെങ്കിൽ ഉദ്ധവന് ഈ ദ്വാരകയൊക്കെ വിട്ടുപോകാൻ വല്ല വിഷമം ഉണ്ടാവണോ? ആ വിഷമം തീർക്കാനാണ് പറഞ്ഞു കൊടുക്കുന്നത്. എൻ്റെ പൊന്നുദ്ധവ, ഉദ്ധവൻ്റെ ഉള്ളിൽ കിടക്കുന്നത് ഈ പ്രപഞ്ചത്തിനെ അതിജീവിക്കുന്നതും പ്രപഞ്ചത്തിനേക്കാൾ മികച്ചതുമായ ഒരു ഉണർവ് വിശേഷമാണ്. ആ ഉണർവ് വിശേഷത്തിന് എന്തിനു വേണമെങ്കിലും വിടാനും, എന്തിനു വേണമെങ്കിലും ഗ്രഹിക്കാനും, എന്തിലും നമ്മുടെ ആധിപത്യം ചെലുത്താനും അതിന് സാധിക്കും. അതാണതിൻ്റെ വിശേഷം. ഞാൻ ഊച്ചാളിയാണെന്ന് ഒരൊറ്റാളും പറയരുത്. എന്നെക്കൊണ്ട് വയ്യ, അമ്മാമ എന്നെ തല്ലണ്ട, ഞാൻ നേരെയാവില്ല. അതാണ് നിങ്ങളൊക്കെ പറയണത്. സ്വാമിജി പറയണ്ട, ഞങ്ങൾക്ക് മനസ്സിലാവില്ല, മനസ്സിലാക്കൂല. അത് പറയരുത്.
അത് പറയരുത്. ഐ ക്യാൻ. ഞങ്ങളുടെ മലേഷ്യയിലുള്ള SIRD ഗ്രൂപ്പിലുള്ളവർ 2 പ്രോഗ്രാം കുട്ടികൾക്ക് വേണ്ടി ഉണ്ടാക്കിയിട്ടുണ്ട്. ഒന്ന് ഐ ക്യാൻ എന്നൊരു പ്രോഗ്രാമാണ്. ഇംഗ്ലീഷിൽ എന്താ അർത്ഥം? എനിക്ക് കഴിയും എന്നാണ് അതിനർത്ഥം. ആ ഐ ക്യാൻ പ്രോഗ്രാം ഒരു 1/4 മണിക്കൂർ നേരം എടുത്ത് വളരെ എനർജി ജനിപ്പിക്കുന്നതാണ് അത്. കുട്ടികൾ അങ്ങനെ കംപ്ലീറ്റ് ആയിട്ട് മാറും. അപകർഷതാബോധം മുഴുവനും പോണു. ശരീരം കൊണ്ട് മാത്രമാണ് നാം ചെറുപ്പം. ശരീരം ചെറുതാണ്. ശരീരത്തിൻ്റെ ഉള്ളിലുള്ള മനസ്സ് വലുതാണ്, ബുദ്ധി വലുതാണ്, അഹങ്കാരം വലുതാണ്. അതിൻ്റെ ഉള്ളിലുള്ള ആത്മാവോ വലുത്. ഇതാരാ നിങ്ങൾക്ക് പറഞ്ഞു തരിക? അച്ഛനമ്മയും പറയില്ല, അധ്യാപകന്മാർ പറയില്ല, അക്കാഡമിക് സെൻറ്റേഴ്സിൽ ഒന്നിലും ഇത് പറഞ്ഞു കേൾക്കില്ല. എന്നാൽ ചിലരൊക്കെ ഭഗവത്ഗീതയൊക്കെ പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടപ്പോൾ. ഞങ്ങൾ ഭഗവത്ഗീതയ്ക്ക് എന്താ പേര് കൊടുത്തിരിക്കണേ? അഡ്മിനിസ്ട്രേറ്റീവ് ട്രഷർ ട്രോവ് എന്നാണ് പറഞ്ഞത്. യുദ്ധം നടത്താൻ അഡ്മിനിസ്ട്രേഷന് മാത്രമേ പറ്റുള്ളൂ, വ്യക്തികൾക്കും ബാക്കിയുള്ളവർക്കും പറ്റില്ല. ആ അഡ്മിനിസ്ട്രേഷൻ നിർവഹിക്കേണ്ടതാണ് കൊടും യുദ്ധം. മഹാഭാരത യുദ്ധത്തിൽ 45 ലക്ഷം പടയാളികളാണ്. ആ യുദ്ധത്തിൽ എല്ലാവരും മരിക്കൂലോ എന്ന് വിചാരിച്ച് അർജുനന് സമ്മതമില്ല, സങ്കടം തന്നെ. അത് പോകാൻ വേണ്ടിയിട്ട് ഉപദേശിച്ചതാണ്. ആ ഭഗവത്ഗീതയ്ക്ക് എന്ത് കാര്യങ്ങളും മാനേജ് ചെയ്യാനുള്ള ശക്തി നിങ്ങൾക്ക് തരാൻ പറ്റും. ഞാൻ പറയുന്നത് സാധാരണ യു വിൽ ബിക്കം എ ഗ്രേറ്റ് എൻജോയർ, എ ഗ്രേറ്റ് സഫറർ ആൻഡ് എ ഗ്രേറ്റ് പെർഫോമർ. മഹാഭോക്താവും മഹാകർത്താവും ആക്കി തീർക്കുന്നതാണ് മനുഷ്യൻ. മഹാഭോക്ത അങ്ങനെ 2ഉം ആക്കി തീർക്കുന്നതാണത്. അത്ര വിശേഷപ്പെട്ടതാണ്. പുരുഷത്വേജമാം ധീരാഃ സാഖ്യയോഗവിശാരദാഃ ആവിസ്തരാം പ്രപശ്യന്തി സർവശക്തി ഉപബൃംഹിതം. അവിടെ ഞങ്ങൾ കൃഷ്ണൻ പറയണു, കേട്ടോളൂ. ഏകദ്വിതൃ ചതുഷ്പാദോ ബഹുപാദസ്തഥാപദഃ ബഹ്വഃ സന്തി പുരസൃഷ്ടാഃ താസാം മേ പൗരുഷീ പ്രിയ. ഉദ്ധവ, ഞാൻ പലതരത്തിലുള്ള ജീവജാലങ്ങളെ സൃഷ്ടിച്ചു. 1 കാലുള്ളത്, 2 കാലുള്ളത്, 3 കാലുള്ളത്, 4 കാലുള്ളത്, അനവധി കാലുള്ളത്. തേരട്ടയ്ക്ക് എത്ര കാല പറയും? ബഹുപാദസ്തഥാപദഃ, 1 കാലുമില്ലാത്തത്. ബഹ്വഃ സന്തി പുരഃ സൃഷ്ടാഃ, ഇങ്ങനെ അനവധി വീടുകളാണ് ഓരോ ജീവനും ഇരിക്കാൻ വേണ്ടി ശരീരരൂപത്തിൽ ഞാൻ നിർമ്മിച്ചത്. താസാം മേ പൗരുഷീ പ്രിയ, അവ എല്ലാറ്റിലും മധ്യേ എനിക്ക് ആ പുരുഷ ശരീരമാണ് ഇഷ്ടപ്പെട്ടത്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഒന്ന് മനസ്സിലാക്കുവപ്പാ നിങ്ങളുടെ മനുഷ്യ ശരീരത്തിൻ്റെ വില. നിങ്ങൾ ബാക്കിയുള്ള മൃഗങ്ങളെ പോലെ തന്നെ തിന്നണു, കുടിക്കണു, ഉറങ്ങണു, പെരുകി വർദ്ധിക്കണു. ആ മനുഷ്യ ശരീരത്തിൻ്റെയും മനുഷ്യ വ്യക്തിത്വത്തിൻ്റെയും മഹിമ മനസ്സിലാക്കാതെ. തമിഴിലൊരു ചൊല്ലുണ്ട്, കേൾക്കണോ നിങ്ങൾക്ക്? നന്ദവനത്തിലോരാണ്ടി അവൻ കൂത്താടി 4 മാതമായി കുയവനെ വേണ്ടി കൊണ്ടുവന്നാനൊരു തോണ്ടി அதை கூத்தாடி போட்டுடை தாண்டி തെനതന്തി നായ്തന്തി നാനാ. കഷ്ടപ്പെട്ട് നമുക്ക് കിട്ടിയിട്ടുള്ള ഒരു ശരീരമാണത്. അതൊന്നും അറിയാതെ കൂത്താടി തട്ടി പൊട്ടിച്ചങ്ങോട്ട് കളഞ്ഞു പോവാ നമ്മൾ. ഇതാണ് ഉണ്ടാവുന്നത്. ഏകദ്വിതൃ ചതുഷ്പാദോ ബഹുപാദസ്തഥാപദഃ ബഹ്വഃ സന്തി പുരസൃഷ്ടാഃ താസാം മേ പൗരുഷീ പ്രിയ. ഇങ്ങനെ അനവധി കാലും 1 കാലില്ലാത്തതും എല്ലാമായി സൃഷ്ടിച്ചിട്ടുണ്ടല്ലോ. ആ സൃഷ്ടിച്ചതിൽ എനിക്ക് ആ മനുഷ്യ ശരീരമാണ് ഏറ്റവും ഇഷ്ടം. എന്താ കാരണം? കാണാൻ നന്നായിരിക്കണമെന്നാണോ? അത്രമാം മാർഗയന്യദ്ധ യുക്താ ഹേതുവിരീശ്വരം ഗൃഹ്യമാണൈർഗുണൈർലിംഗൈഃ അഗ്രാഹ്യമനുമാനതഃ. എന്തൊരു ഭാഷയാപ്പാ! ഓ, ഞാനിതൊക്കെ ആദ്യമായിട്ട് എപ്പോഴാണ് വായിച്ചതെന്ന് എനിക്കറിയില്ല. ഞാൻ എപ്പോഴും പറയും, ഇതങ്ങോട്ട് വായിക്കുമ്പോൾ അമാവാസി ദിവസം ഒരു 100 1000 പൂർണ്ണചന്ദ്രൻ ആകാശത്തിൽ ഉദിച്ചാൽ എന്തായിരിക്കും ഉത്സവം, അതേമാതിരിയായി ഈ ഒരു ശ്ലോകം വായിക്കുമ്പോൾ എനിക്ക് തോന്നുന്നത്.
അത്ര മാം മാർഗയന്ത്യദ്ധ, ഈ മനുഷ്യ ശരീരത്തിൽ മാത്രമേ എന്നെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ. നല്ല പോലെ ഈ ശരീരം കയ്യിൽ കിട്ടിയാൽ ഈ ഉള്ളിലുള്ള പൊരുൾ എന്താണ്? ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്നതും സന്ധാരണം ചെയ്യുന്നതുമായിരിക്കുന്ന മഹത് പ്രഭാവം എന്താണെന്ന് ചോദിക്കാനും അന്വേഷിക്കാനും കണ്ടുപിടിക്കാനും ഈ മനുഷ്യ ശരീരത്തിൽ മാത്രമേ പറ്റൂ. അത്ര മാം മാർഗയന്ത്യധ്യ യുക്താഹേതുഭിരീശ്വരം, ഈശ്വരനെ അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ ഇവിടെ പറ്റുള്ളൂ. എങ്ങനെ? യുക്താഹേതുഭി, തൻ്റെ മനസ്സിലും ബുദ്ധിയിലുമുള്ള പ്രഭാവമുണ്ടല്ലോ, ആ പ്രഭാവത്തെക്കുറിച്ച് നല്ല പോലെ മനസ്സിലാക്കണം. അഭിമാനം വേണം. എനിക്കൊരു മനസ്സുണ്ടപ്പാ, എനിക്കൊരു ബുദ്ധിയുണ്ടപ്പാ. ശരീരത്തിൻ്റെ വളർച്ച 21 വയസ്സായാൽ തീർന്നു. അടുത്ത നിമിഷം മുതൽ അത് ക്ഷയിക്കാനാണ് പോണത്. അപ്പോഴാണ് നമുക്ക് പ്രായമൂപ്പ് വരുന്നത്. അപ്പോൾ പ്രായമൂപ്പ് വന്നാൽ സ്വന്തം ഇഷ്ടത്തോടും സ്വന്തം ഇച്ഛയോടും കൂടി പലതും ആസൂത്രണം ചെയ്ത് പ്രവർത്തിച്ച് നമ്മൾ മുന്നേറും. ആ സമയത്ത് നമ്മുടെ ശരീരത്തിൻ്റെ വളർച്ച കഴിഞ്ഞു എന്ന് വെച്ചാൽ പിന്നെ വളരാനുള്ളത് എന്താ? നമ്മുടെ മനസ്സും ബുദ്ധിയുമാണ്. അത് അവസാന നിമിഷം വരെ അത് വളരും. അവസാന നിമിഷം വരെ അതിന് വളരാം. വേണ്ടതുപോലെ പരിശ്രമിച്ചാൽ മതി. അത്ര മാർഗയന്ത്യദ്ധ യുക്താഹേതുഭിരീശ്വരം, ഈ ഈശ്വരനെ അന്വേഷിക്കാൻ എന്തു വേണം? യുക്താഹ ഹേതുഭിഹി, കാര്യകാരണങ്ങളെ പൊരുത്തപ്പെടുത്തിയെടുത്ത് കാര്യത്തിൽ നിന്ന് കാരണത്തിലേക്ക് പോകണം. കാര്യത്തിൽ നിന്ന് കാരണത്തിലേക്ക് പോകണം. ഒന്ന് പറഞ്ഞു തരട്ടെ ഞാൻ? തയ്യാറുണ്ടോ? അത് ഒത്തിരി സമയം തന്നിട്ട് പറയണോ? ഈ ലോകം എവിടെ നിന്ന് ഉദ്ഭവിച്ചു? ആരാ പറയുക? ഉദ്ഭവ സമയത്ത് നമ്മളുണ്ടായിരുന്നോ? ഇല്ല. ലയിക്കുമ്പോൾ നമ്മളുണ്ടാവുമോ? ഇല്ല. അപ്പോൾ പ്രത്യക്ഷമായിട്ട് കാണാൻ ആർക്കും പറ്റില്ല, ഒരിക്കലും പറ്റില്ല. എന്നാൽ അത് മനസ്സിലാക്കണമെന്ന് ബുദ്ധിക്കുണ്ട്, അത് സാധിക്കും വേണം. എങ്ങനെ? കേട്ടോളൂ. എന്ത് കാര്യവും കാരണത്തിൽ നിന്നാണ് ഉണ്ടാവുന്നത്. കാരണത്തിൻ്റെ പരിണത രൂപമാണ് കാര്യം. മനസ്സിലായോ ആവോ എൻ്റെ ഭാഷ? കാരണത്തിൻ്റെ പരിണത രൂപമാണ് കാര്യം. അങ്ങനെ വരുമ്പോൾ കാര്യത്തിൽ നിന്ന് നിങ്ങൾ ജനിച്ചു അച്ഛനമ്മമാരിൽ നിന്ന്, അവർ ജനിച്ചു അവരുടെ അച്ഛനമ്മമാരിൽ നിന്ന്, അവരോ അവരുടെ, അങ്ങനെ പോയി 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 ആദ്യത്തെ അച്ഛനും അമ്മയും എവിടെ നിന്നാണ് ജനിച്ചത്? എന്തേ മിണ്ടാത്തേ? എൻ്റെ ചോദ്യം ആദ്യത്തെ എന്നാണ്. അപ്പോൾ ആദ്യത്തെ അച്ഛനും അമ്മയും എന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് അച്ഛനമ്മമാരില്ലല്ലോ. എന്താ മിണ്ടാത്തേ? അപ്പം ആദ്യത്തെ അച്ഛനും അമ്മയും എവിടെ നിന്നാണ് ജനിച്ചേ? അച്ഛനമ്മമാരല്ലാത്തതിൽ നിന്നാണ് ജനിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ പ്രപഞ്ചം മുഴുവൻ ഉത്പത്തിയായിരിക്കുന്നത് എവിടുന്നാ? ഈ പ്രപഞ്ചത്തിന് അതീതമായി അപ്രപഞ്ചമായ ഒരു ഹേതുവിൽ നിന്നാണ് ജനിച്ചിരിക്കുന്നത്. മനുഷ്യ സ്ത്രീ മനുഷ്യക്കുഞ്ഞിനെ പെറും, പട്ടികൾ പട്ടിക്കുട്ടികളെ പെറും, പുലികൾ പുലിക്കുട്ടികളെ പെറും. എന്നാൽ ഏതെങ്കിലും ഒരമ്മ എല്ലാ കുട്ടികളെയും പെറുന്ന അമ്മയുണ്ടെങ്കിൽ ആ അമ്മ എങ്ങനെ ഇരിക്കും? ഇതൊന്നുപോലെയും ഇരിക്കില്ല. ഇരിക്കോ? ഇങ്ങനെ കണ്ടുപിടിക്കണം, ഇങ്ങനെ അന്വേഷിച്ച് കണ്ടുപിടിക്കണമെന്ന്. ആ കണ്ടുപിടുത്തത്തിന് വലിയ ശക്തിയാണ്. യുക്താഹ ഹേതുഭിരീശ്വരം ഗൃഹ്യമാണൈർഗുണൈർലിംഗൈ അഗ്രാഹ്യമനുമാനത. നമുക്ക് കണ്ണുകൊണ്ടും മറ്റ് ഇന്ദ്രിയങ്ങൾ കൊണ്ടും കണ്ട് ഗ്രഹിക്കാനുള്ള ഗുണവിശേഷങ്ങളുണ്ട്. ആ ഗുണവിശേഷങ്ങളെ ഗ്രഹിച്ച് അതിലധിഷ്ഠിതമായ വിചാരപദ്ധതി ആവിഷ്കരിച്ച് അതിനെ പിന്തുടർന്ന് അഗ്രാഹ്യമായതിനെ കണ്ടുപിടിക്കണം എന്ന്. ഞാനിതൊക്കെ പറയണത് വേണോ കുട്ടികളെ? ഒന്ന് ചിന്തിക്കും. കാണുന്നതിനെ വെച്ചുകൊണ്ട് കാണപ്പെടാൻ സാധിക്കാത്തതിനെ കണ്ടുപിടിക്കണം എന്ന്. അതിനാണ് മനുഷ്യബുദ്ധി. ഒരു ജഡ്ജ് കോടതിയിലിരുന്ന് എന്താ ചെയ്യണത്? തീൻമൂർത്തി ഭവനിൽ ഞാൻ കൊല്ലം തോറും ഒരു ലെക്ചർ ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ അതിന് സുപ്രീം കോടതിയിലത്തെ ജഡ്ജിമാരടക്കം പലരും വരും. അവിടെ ഹൈക്കോടതി ജഡ്ജിമാരും ഒക്കെ അഡ്വക്കേറ്റ്സും വരും. അപ്പോൾ അതിലൊരു ജഡ്ജ് ഒരു അഭിനന്ദന പ്രസംഗത്തിൽ പറയുക, ഞങ്ങളുടെ ജോലി കേൾക്കല, ആ കേട്ടതിൽ പകുതി വേണ്ടാത്തതാ, പകുതി മാത്രമേ സത്യമുള്ളൂ. ഒരു കേസിൽ എപ്പോഴും അങ്ങനെയാണല്ലോ, വാദിഭാഗവും പ്രതിഭാഗവും ഉണ്ടാവും, അതിലേതെങ്കിലും ഒന്നേ ശരിയാവുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് കേൾക്കുന്നതിൽ പകുതി അസത്യമാണ്, എന്നാലും കേട്ടുകൊണ്ടിരിക്കണം എന്ന് പറഞ്ഞു. അതേമാതിരി
ഈ ജഡ്ജിമാർ അവരുടെ മുൻപിൽ പറയുന്നതൊക്കെ കേട്ട് 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 കാണാത്തൊരു വസ്തുവിനെ പറ്റി ഒരു തീർപ്പ് കൽപ്പിക്കുകയാണ്. അപ്പോൾ ആ ബുദ്ധിയുടെ ശക്തി എത്രയുണ്ടെന്ന് പറയൂ. നമ്മുടെ രാജ്യത്ത് ബവൽ സന്യാസി കേസ് എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. ബവൽ സന്യാസി, അദ്ദേഹം ഒരു സന്യാസിയായിരുന്നു. ആ സന്യാസിയുടെ കഥയാണ്, വളരെ വിശേഷപ്പെട്ടതാണ്. ആ പുസ്തകം കിട്ടിയാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഒന്ന് വായിച്ചു നോക്കാം. സംഗതി എന്താണെന്നറിയാമോ? അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യയായിട്ട് ഇരിക്കുക, വലിയ പണക്കാരാ. ഈ ഭർത്താവ് മരിച്ചു. ആ ഭാര്യ പലരെയും വിളിച്ചു കൂട്ടി കൊണ്ടുപോയി ശ്മശാനത്തിൽ കൊണ്ടുപോയി തീ വെച്ച് ശവശരീരം ദഹിപ്പിച്ചു. മടങ്ങി വന്നു, എല്ലാവരും മരിച്ചു, ദഹിപ്പിച്ചു എന്നാണ് പറഞ്ഞത്. അങ്ങനെ വന്നു. കുറേ കാലം കഴിഞ്ഞ് കൽക്കത്തയിലെ നഗരത്തിൽ കൂടി പോകുമ്പോൾ ഒരു കുതിരവണ്ടിയിൽ ഒരു സ്ത്രീ വരുന്നു. അപ്പോൾ വഴിയിൽ നിന്നൊരു സന്യാസി കൈ കാട്ടി നിർത്തി. എന്നിട്ട് പറഞ്ഞു, നീ എൻ്റെ ഭാര്യയാണെന്ന്. ആ ഭാര്യ പറഞ്ഞു, ഇതെൻ്റെ ഭർത്താവല്ല, എൻ്റെ ഭർത്താവ് മരിച്ച് ചിതയിൽ തീ കൊടുത്ത് ദഹിപ്പിച്ച് കംപ്ലീറ്റായിട്ട് ഭസ്മായി പോയതാ. എത്ര ആളാണ് അതിന് തെളിവെന്ന് പറഞ്ഞു. പക്ഷേ എന്തിനു പറയുന്നു, അദ്ദേഹം വിട്ടില്ല, കേസ് കൊടുത്തു. ആ കേസ് താഴ്ന്ന കോടതിയിലൊന്നും വിധിക്കാൻ പറ്റിയില്ല. അവസാനം ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് പ്രിവി പേഴ്സ് അവിടെ വരെ ചെന്നു, പ്രിവി കൗൺസിൽ വരെ ചെന്നു ബ്രിട്ടനിൽ. നടന്ന സംഭവം എന്താണെന്നറിയോ? ഈ സ്ത്രീ വിഷം കൊടുത്തതാ. വിഷം കൊടുത്തു, മരിച്ചു. അങ്ങനെ പറഞ്ഞയച്ച് ചിതയിൽ തീയിട്ടിട്ട് അവിടെ കൊണ്ട് കിടത്തിയിട്ടോ പെട്ടെന്നൊരു മഴയാ വന്നു. അപ്പോൾ എല്ലാവരും അവിടുന്ന് പോയി. തിരിച്ച് ചെന്നപ്പോൾ ആളെ ഇവിടെ കാണാനില്ല, ശവത്തിന്. എങ്ങനെയാ പോയെന്ന് ആർക്കും അറിയില്ല. പക്ഷേ അവരെല്ലാവരും വന്ന് പറഞ്ഞു, നിങ്ങളൊരു കാര്യം ചെയ്യൂ, അത് കത്തി ദഹിച്ചില്ലേ? ചിത അത് മതി. അങ്ങനെ ഭർത്താവ് മരിച്ചു. ആ പ്രോപ്പർട്ടി മുഴുവൻ എടുക്കാൻ വേണ്ടി അദ്ദേഹം അവിടുന്ന് പോയി. ഇങ്ങനെയുള്ള വിഷമൊക്കെ കൊടുത്താൽ അങ്ങനെയാണല്ലോ. പെട്ടെന്ന് മഴ അങ്ങോട്ട് പെയ്ത് ആ പുകയും കികയും എല്ലാം കൂടി ആയപ്പോൾ വിഷത്തിൻ്റെ ഫലം അങ്ങോട്ട് മാറി മത്ത് പിടിച്ച പോലെ നടന്നു. അദ്ദേഹം ഒരു സന്യാസിയുടെ അടുത്ത് ചെന്നു. സന്യാസി സ്വാഗതം ചെയ്തു, ശിഷ്യനാക്കി. എന്നിട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവസാനം കൊല്ലങ്ങൾക്ക് ശേഷം തെരുവിൽ വെച്ച് കണ്ടെത്തിയതാണ്. ആ സത്യം ആ ജഡ്ജിമാർ കണ്ടുപിടിച്ചു. എന്താ നമ്മുടെ ബുദ്ധിയുടെ കഴിവെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരൊറ്റ ആൾക്കും പറയാൻ പറ്റിയില്ല, ആ സ്ത്രീക്ക് സമ്മതിക്കേണ്ടി വന്നു. അപ്പോൾ ഇവിടെ എന്താ? ഗൃഹ്യമാണൈർ ഗുണൈർ ലിംഗൈ അഗ്രാഹ്യം അനുമാനത എന്നൊരു വാക്കാണ്. കാര്യകാരണങ്ങൾ കൂട്ടിച്ചേർത്ത് നമ്മൾ നിഗമനത്തിലെത്തുക. അതാണ് നമുക്ക് ആവശ്യം. ഇപ്പം നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ എല്ലാ വിധത്തിലുള്ള ശക്തിയും ഉണ്ടെന്ന് നിങ്ങൾ എങ്ങനെ മനസ്സിലാക്കണു? ഡോക്ടർമാർ ശരീരത്തെ തുറക്കണുള്ളൂ, മനസ്സിൻ്റെ അവിടെ ചെല്ലാൻ പറ്റില്ല, ബുദ്ധിയുടെ അവിടെ ചെല്ലാൻ പറ്റില്ല, ആത്മാവിൻ്റെ അവിടെ ഒട്ടും ചെല്ലാൻ പറ്റില്ല. എന്നാൽ നമുക്ക് മനസ്സിലാക്കും വേണം. അതിനെന്ത് വേണം? കാര്യകാരണങ്ങളെ പൊരുത്തപ്പെടുത്തി ചിന്തിച്ച് അവസാനം സത്യം കണ്ടെത്തണം. അങ്ങനെ കണ്ടെത്തുന്നതാണ് ഇപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു ഭാഗം പറഞ്ഞത്. എന്താ പറഞ്ഞത്? നമ്മുടെ കണ്ണ് വളരെ ചെറുതാണ്. ആ ചെറിയ കണ്ണുകൾ കൊണ്ട് ഇത്രയധികം വിസ്തൃതമായ ലോകത്തെ കാണാൻ പറ്റുമോ? അതിൻ്റെ ഛായ നമ്മുടെ കണ്ണിൽ വരുമോ? ഈ ചെറിയ ഈ കണ്ണുകൾ കൊണ്ട്. അപ്പോൾ കണ്ണെന്താ ചെയ്യണത്? പ്രകാശകിരണങ്ങൾ വസ്തുക്കളിൽ നിന്ന് വന്ന് കണ്ണിലങ്ങോട്ട് തട്ടിയാൽ ഉടനെ കണ്ണിൽ നിന്ന് ഇലക്ട്രിക്കൽ പൾസസ് അയച്ചു കൊടുക്കുകയാണ് ബ്രെയിനിലേക്ക്. ആ ബ്രെയിൻ സെൻറ്റേഴ്സിൽ എത്തുമ്പോഴാണ് അവിടെയാണ് അനുഭവവും അറിവും രൂപപ്പെടുന്നത്. അപ്പോൾ വാസ്തവത്തിൽ നമ്മൾ വസ്തുക്കളെ പുറത്ത് കാണുന്നുവോ അതോ അകത്ത് കാണുന്നുവോ? ഒന്ന് പറയുന്നപ്പാ. നമ്മൾ കാണുന്നത് കണ്ണു തുറന്നിട്ടാണ്. വസ്തുക്കളൊന്നും നമ്മുടെ അടുത്ത് വരുന്നില്ല. ആ വസ്തുക്കളിൽ നിന്ന് വരുന്ന പ്രകാശകിരണങ്ങളാണ് കണ്ണിൻ്റെ കോർണിയയിൽ തട്ടുന്നത്. ആ കണ്ണിൽ നിന്ന് ഇലക്ട്രിക്കൽ പൾസസ് പുറത്തേക്ക് അയച്ചു, മുകളിലേക്ക് അയച്ചു. അവിടെയാണ് അനുഭവം നടക്കുന്നത്. മനസ്സെവിടെയാ? ശരീരത്തിൻ്റെ ഉള്ളിലോ പുറത്തോ? ഉള്ളിൽ. ആ ഉൾമനസ്സ് പ്രവർത്തിപ്പിച്ചാലേ കണ്ണ് പ്രവർത്തിക്കുള്ളൂ. മനസ്സാണ് കണ്ണിനെ പ്രവർത്തിപ്പിക്കുന്നത്. എന്നിട്ട് കണ്ണുകൾ മുഖേന ഓരോ വസ്തുവിൻ്റെയും പ്രതിബിംബം മനസ്സിലാണ് രൂപപ്പെടുന്നത്. അപ്പോൾ നമ്മൾ കാണുന്ന വസ്തുക്കൾ മുഴുവൻ പുറത്താണോ കാണുന്നത് അതോ അകത്ത് മനസ്സിലുള്ള പ്രതിച്ഛായ മൂലം കാണുന്നുവോ?
സമ്മതിച്ചോ? അപ്പോൾ ഈ ബാഹ്യദർശനത്തിന് എന്താ അർത്ഥം? അപ്പം കാണാനും കാണിക്കാനും ഉൾക്കൊള്ളാനും എല്ലാറ്റിൻ്റെയും പടം പിടിക്കാനും, നിങ്ങളുടെ ശരീരമടക്കം, നിങ്ങളുടെ കുട്ടികളടക്കം, നിങ്ങളുടെ കുടുംബമടക്കം, ഈ പ്രപഞ്ചമൊട്ടാകെ നമ്മൾ കാണുന്നത് ഉള്ളിലാണ്. ഇത് ആലോചിച്ച് നോക്കിയാലല്ലേ മനസ്സിലാവുള്ളൂ. എന്താ മിണ്ടാത്തേ? ആലോചിക്കാനായിട്ട് നിങ്ങളുടെ കയ്യിൽ എന്തുണ്ട്? ബുദ്ധിയുണ്ട്. അപ്പോൾ ഈ കാണപ്പെടുന്ന വസ്തുക്കളെ വെച്ചുകൊണ്ട് തന്നെയാണ് ആലോചിച്ച് ഇങ്ങനെ കണ്ടുപിടിക്കുന്നത്. അതാണ് ആത്മസ്ഥിതമാണ് ഈ പ്രപഞ്ചം എന്ന് നമ്മുടെ ശാസ്ത്രം പ്രത്യേകിച്ചും പറയുന്നത്. അഗ്രാഹ്യമനുമാനതഃ അത്രാപ്യുദാഹരന്തീമം ഇതിഹാസം പുരാതനം അവധൂതസ്യ സംവാദം യദോഹോ അമിത തേജസഃ. എപ്പോഴൊക്കെ ഇങ്ങനെയുള്ള അതിസൂക്ഷ്മമായ സംവാദമുണ്ടോ, അപ്പോൾ ആ പ്രവക്താക്കൾ എപ്പോഴും പറയും ചില ഉദാഹരണങ്ങളും ചില മാതൃകകളുമൊക്കെ, പൂർവ്വസംഭവങ്ങൾ. ആ പൂർവ്വസംഭവങ്ങൾ പറയുമ്പോൾ ആ പറയുന്നതിന് ശക്തി കൂടി, സ്വാധീനം കൂടി. എടോ, ഞാൻ പറയുന്നത് തൻ്റെ പൂർവികൻ്റെ കഥയാണ്, വേറെ ഒരാളുടെ അല്ല. തൻ്റെ തന്നെ പൂർവ്വ വംശത്തിൽപ്പെട്ട ഒരാളുടെ പൂർവികൻ്റെ കഥയാണെന്ന്. അങ്ങനെ കൃഷ്ണൻ ഉദ്ധവനോട് പറയാ. ഈ കാര്യത്തിൽ വളരെ വലിയ ഒരു ഉദാഹരണമുണ്ട്, ഒരു ഇതിഹാസം, വളരെ പഴക്കമുള്ളതാണ്. അവധൂതസ്യ സംവാദം യദോഹോ അമിത തേജസഃ. അമിത തേജസ്വിയായിരിക്കുന്ന ഒരു അവധൂതൻ. അവധൂതൻ എന്ന് പറഞ്ഞാൽ ആരാ? എല്ലാം വലിച്ചെറിഞ്ഞ് നടക്കുന്നവൻ. അയാൾ താടി വളർത്താം, വളർത്താതെ ഇരിക്കാം, മേല് വസ്ത്രം ഉണ്ടാവാം, ഇല്ലാതെ ഇരിക്കാം, മണ്ണ് മേല് പൂശി നടക്കാം, പല്ല് പുറത്തേക്ക് കാണിക്കാം. അവധൂതൻ എന്ന് പറഞ്ഞാൽ ഒന്നിനെയും പരിഗണിക്കാതെ എല്ലാം വലിച്ചെറിഞ്ഞിട്ടുള്ള ഒരു ഹിപ്പി എന്നാണ് അർത്ഥം. അങ്ങനെയുള്ള ഒരു അവധൂതൻ വഴി കൂടി പോണു. ആ പോകുന്ന സമയത്ത് കൃഷ്ണൻ പറയാണ്, ഞാൻ യദുവംശജനാ. യദുവംശത്തിൽപ്പെട്ട യദു എന്ന് പറയുന്ന ആ ചക്രവർത്തി വളരെ ബുദ്ധിമാനായിരുന്നു, അറിവുള്ള ആളാ, ശാസ്ത്രവും ധാരാളം അറിയാം. അദ്ദേഹം അങ്ങനെ തേരിൽ കയറി പോകുമ്പോൾ ഒരവധൂതനെ കണ്ടു. കണ്ടപ്പോൾ തോന്നി, എന്ത് ഇതൊരു പടുവൃദ്ധനൊന്നും അല്ലല്ലോ, ചെറുപ്പക്കാരൻ, തുളുമ്പുന്ന യുവത്വമാ, കണ്ടാൽ നല്ല അഴകുണ്ട്, പ്രൗഢിയുണ്ട്, പ്രതാപമുണ്ട്, എല്ലാ ലക്ഷണങ്ങളും ഒത്തിരിക്കുന്നു. ഒറ്റയ്ക്ക് ഇങ്ങനെ ഒന്നും ശ്രദ്ധിക്കാതെ നടക്കുക. രഥം അവിടെ നിർത്തി, അടുത്ത് ചെന്നു, കാലിൽ പെരണ്ട് വീണ് നമസ്കരിച്ച് കാല് തൊട്ടിട്ട് ചോദിച്ച ചോദ്യ. അങ്ങനെ അവധൂതനും എൻ്റെ പൂർവികനായ യദു ചക്രവർത്തിയും തമ്മിൽ നടന്ന ഒരു സംവാദമാണ്, വളരെ പുരാതനമാണിത്. അവധൂതം ദ്വിജം കഞ്ചിത് ചരന്തമകുതോ ഭയം കവിം നിരീക്ഷ്യ തരുണം യദുഹു പപ്രച്ഛ ധർമ്മവിത്. അവധൂതനായിരിക്കുന്ന ഒരു ദ്വിജൻ, ഏതോ ഒരുത്തൻ, രാജാവിന് അറിയില്ല. ചരന്തമകുതോ ഭയം, സ്വല്പമെങ്കിലും ഭയമില്ല ആ അവധൂതനിൽ. അനന്തമായ ബ്രഹ്മാണ്ടം, എന്തൊക്കെയാണ് അതിലുള്ളത്? തന്നെ ആകർഷിക്കാനോ പിടിച്ചു വലിക്കാനോ തന്നെ അട്ടിമറിക്കാനോ പറ്റുന്ന യാതൊരു ഘടകങ്ങളും അദ്ദേഹം ഈ പ്രപഞ്ചത്തിൽ കാണുന്നില്ല. എന്താ കാരണം? ഈ പ്രപഞ്ചത്തെ കാണുന്നത് ഞാനാണ്, കാണപ്പെടുന്ന ലോകത്തേക്കാൾ ശ്രേഷ്ഠം ഞാനാണ്. എന്നിലാണ് ഈ ലോകം ഊഞ്ഞാലാടുന്നത്. ലോകമേ, നീ എന്നിൽ, ഞാൻ നിന്നിലല്ല. നീ എന്നിലാണ്, ഞാൻ നിന്നിലല്ല. നിന്നെ മുഴുവനും മറന്ന് എവിടെ പോയി നീ? അപ്പം ഞാനാണ് നിൻ്റെ മാസ്റ്റർ, നീ എൻ്റെ സെർവൻ്റാണ് എന്നുള്ള ഭാവത്തിലാണ് നടക്കുന്നത്. ചരന്തമകുതോ ഭയം കവിം നിരീക്ഷ്യ തരുണം, കണ്ടാൽ നല്ല ചെറുപ്പം. യദുഹു പപ്രച്ഛ ധർമ്മവിത്, നല്ല ധർമ്മബുദ്ധിയുള്ള ആൾ, അറിവുള്ള ആൾ. ഇങ്ങനെയുള്ള അവധൂതന്മാരെന്ന് പറഞ്ഞാൽ രാജാവ് ആരുടെ മുമ്പിലാണ് കുമ്പിടുക? ഇങ്ങനെയുള്ള സന്യാസിമാരോ അവധൂതന്മാരോ ഉണ്ടെങ്കിൽ അവരുടെ മുൻപിലാണ് കിരീടം അഴിച്ചു വെച്ച് കുമ്പിടുക മഹാരാജാക്കന്മാർ. ഇതാണ് നമ്മുടെ സംസ്കാരത്തിലെ ഏറ്റവും വിശേഷപ്പെട്ട ഒരു കാര്യം. തെണ്ടി നടക്കുന്ന സന്യാസിയുടെ മുൻപിൽ പെരണ്ട് വീണ് കാല് പിടിച്ച് കുമ്പിടും, പ്രണമിക്കും രാജാവ്. ബാക്കിയുള്ളവർ മുമ്പിൽ വാളും മീശയാണ്. പക്ഷേ സന്യാസിയുടെ അടുത്തും അവധൂതൻ്റെ അടുത്ത് വരുമ്പോൾ അവരുടെ പ്രകൃതം ഒട്ടാകെ മാറി. അതാണ് വിദ്യയുടെ വൈഭവം. വിദ്യ ദദാതി വിനയം.
കുതോ ബുദ്ധിരിയം ബ്രഹ്മൻ അകർത്തുസ്സു വിശാരദ യാമാസാദ്യ ഭവാൻ ലോകം വിദ്വാം ശരതി ബാലവത്. നിങ്ങൾ കേൾക്കണുണ്ടോ? രസം തോന്നുന്നുണ്ടോ? നോക്കൂ. കുതോ ബുദ്ധിരയം ബ്രഹ്മൻ, അല്ലേ ബ്രഹ്മൻ? കുതോ ബുദ്ധി, അങ്ങേക്ക് എങ്ങനെ കിട്ടി ഈ വിശേഷപ്പെട്ട ബുദ്ധി? അകർത്തുഹു സുവിശാരദ, നല്ല സമർത്ഥമായിരിക്കുന്ന ബുദ്ധി, വിശാലമായ വിജ്ഞാനം. അകർത്തുഹു, ഇതൊക്കെ കയ്യിൽ കിട്ടിയിട്ട് അങ്ങ് ചെയ്യണത് എന്താ? ഒന്നും ചെയ്യണില്ല. ഒന്നും വേണ്ട എനിക്ക്, എൻ്റെ ലോകമേ, നിനക്കെനിക്ക് ഒന്നും തരാൻ പറ്റില്ല. എന്നിലൊരു പ്ലസ് അടിച്ചേൽപ്പിക്കാൻ നിനക്ക് പറ്റില്ല, ഒരു മൈനസും തൊടുത്തു വിടാൻ നിനക്ക് പറ്റില്ല. നീ നിൻ്റെ പാട്ടിലിരിക്ക്, ഞാൻ എൻ്റെ പാട്ടിലിരിക്കും. എൻ്റെ ശരീരം നിറച്ച് ദ്രവ്യമാണ്, അതിൻ്റെ ഉള്ളു നിറച്ച് ചൈതന്യവിശേഷമാണ്. എന്നിൽ ഒന്നിനും ഇനി സ്ഥാനമില്ല. നിന്നിൽ നിന്ന് അരക്കാശ് പോലും എനിക്ക് വേണ്ട, ഒരു പണത്തൂക്കം ഒരു ആവശ്യമില്ല. ഞാൻ പൂർണ്ണനാണ്, പൂർണ്ണനാണ്, ഭീമനാണ്. എൻ്റെ ഉള്ളിൽ ധാരാളിത്വമാണ് വിളയാടുന്നത്. അങ്ങനെ നടക്കണ ഒരാൾ. അകർത്തുസ്സു വിശാരദ യാമാസാദ്യ ഭവാൻ ലോകം വിദ്വാം ശരതി ബാലവത്. അങ്ങ് വലിയൊരു വിദ്വാനാവണം, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ധാരണ വരില്ല, ഇങ്ങനെ അവധൂതവൃത്തി കൈക്കൊള്ളാനും തോന്നില്ല. അങ്ങനെ വിദ്വാനാണെങ്കിലും ശരതി ബാലവത്, ഒരു കുട്ടിയെപ്പോലെയാണ് അങ്ങ് സഞ്ചരിക്കുന്നത്. പ്രായോ ധർമാർത്ഥകാമേഷു വിവിത്സായാം ച മാനവാഃ ഹേതുനൈവ സമീഹന്തേ ആയുഷോ യശശ്രിയഃ. എന്താ പറയുക ഞാൻ? ജീവിത നിരീക്ഷണമാണിത് കൂട്ടരെ. നിങ്ങൾ ഓടിച്ചാടി നടക്കുന്നുണ്ടല്ലോ, ആ ജീവിതത്തെ വിലയിരുത്തിയിരിക്കുകയാണ് ശ്രീമദ് ഭാഗവതം. ആദ്യമേ പറഞ്ഞിട്ടുണ്ട്, ധർമ്മപ്രോജ്ജിത കൈതവോത്ര പരമോ. ഈ ഗ്രന്ഥകർത്താവ് ഏറ്റവും അധികം രസിക്കുന്നതും സന്തോഷിക്കുന്നതും ധർമ്മം, മൂല്യങ്ങൾ തൊലി ഉരിച്ച് പറഞ്ഞു തരാനാണ്. തൊലി ഉരിച്ച് പറയുന്നു. പ്രായോ ധർമാർത്ഥകാമേഷു വിവിത്സായാം ച മാനവാഃ ഹേതുനൈവ സമീഹന്തേ ആയുഷോ യശശ്രിയഃ. സാധാരണ ഈ ലോകത്തിലുള്ളവരെല്ലാവരും ധർമ്മം, അർത്ഥം, കാമം, ഈ മൂന്നെണ്ണം വിവിത്സായാം അറിവ് സമ്പാദിക്കാനും വേണ്ടി മനുഷ്യരെല്ലാവരും ഹേതുനൈവ സമീഹന്തേ കഷ്ടപ്പെട്ട് പരിശ്രമിക്കുന്നു. നമ്മുടെ രാജ്യത്തിലിപ്പോൾ ചില കോഴ്സസൊക്കെ ഉണ്ട്. എത്രയാ? 100 കണക്കിനൊന്നുമല്ല, 1000 കണക്കിനല്ല, 10,000 കണക്കിനാ. നല്ല പഠിപ്പ് കിട്ടണമെന്നുണ്ടെങ്കിൽ, ഒരു MBAയിൽ അഡ്മിഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ ഉറുപ്പിക എത്രയാ? വിവിത്സായാം ച മാനവാഃ ഹേതുനൈവ സമീഹന്തേ ആയുഷോ യശശ്രിയഃ. തൻ്റെ ആയസ്സും യശസ്സും ശ്രേയസ്സും എല്ലാം ഈ കാര്യത്തിന് വേണ്ടിയിട്ടാണ് ചെലവ് ചെയ്യണത്. ത്വം തു, അങ്ങനെ ഇരിക്കെ അങ്ങേ കണ്ടിട്ട് എനിക്ക് മനസ്സിലാവുന്നത് എന്താ? ത്വം തു കൽപ്പഃ കവിർദക്ഷഃ സുഭഗോ അമൃതഭാഷണഃ ന കർത്താ നേഹസേ കിഞ്ചിത് ജഡോന്മത്ത പിശാചവത്. എൻ്റെ കൂട്ടരെ, നിങ്ങൾക്ക് എവിടെയാ കാണുക ഇങ്ങനെ ഒരു സാഹിത്യം? യദുചക്രവർത്തി എല്ലാം വലിച്ചെറിഞ്ഞ് സഞ്ചരിക്കുന്ന ഒരു അവധൂതൻ്റെ മുൻപിൽ ചെന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. എന്താ നിങ്ങൾ വിചാരിച്ചേ? സാധാരണ ഒരു മനുഷ്യനല്ല യദുചക്രവർത്തി. അദ്ദേഹത്തിന് അറിവെത്രയുണ്ട്, പ്രതാപം എത്രയുണ്ട്, പ്രഭാവം എത്രയുണ്ട്, അനുഭവങ്ങൾ എത്രയുണ്ട്. കണ്ടമാനം ജനങ്ങളെ സമ്മാനിക്കുന്നവനും ശിക്ഷിക്കുന്നവനുമാണ് അദ്ദേഹം. അദ്ദേഹം അവിടെ ചെന്ന് നമസ്കരിച്ചിട്ട് പറയണതാ, ത്വം തു കൽപ്പഃ കവിർദക്ഷഃ. അങ്ങേ കണ്ടാൽ എനിക്ക് മനസ്സിലാകുന്നു അങ്ങേയറ്റത്തെ സമർത്ഥനാണ്. കാര്യങ്ങൾ നല്ലപോലെ മനസ്സിലാക്കാനും ചിന്തിക്കാനും ഗ്രഹിക്കാനും പറ്റിയ കവിയാണ്. ദക്ഷനാണ്, കുശലനാണ്. സുഭഗഃ, കണ്ടാൽ നല്ല കൗതുകമുണ്ട്. അമൃതഭാഷണഃ, അമൃത് പോലെയാണ് അങ്ങയുടെ ഭാഷണം. ന കർത്താനേഹസേ കിഞ്ചിത്, എന്നാലോ ഒന്നുമൊട്ട് ചെയ്യണം എന്ന് തോന്നുന്നില്ല. എനിക്ക് ഈ ലോകത്തിൽ നിന്ന് ഒന്നും കിട്ടാനില്ല, ഈ ലോകത്തിലേക്ക് ഒന്നും ഒട്ട് കൊടുക്കാനുമില്ല. ഇതില്ലാത്തൊരു ലോകമാണ്, ഒരു പൊയ് ലോകമാണ്. അതിന് കൊടുക്കാൻ പുറപ്പെട്ടവൻ പടുവിഡ്ഢിയ. ഞാനതിന് പുറപ്പെടുന്നില്ല.
ഇനി ഈ ലോകത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടാനുണ്ടോ? അതുമില്ല. എനിക്ക് കിട്ടാനോ? കിട്ടണമെന്ന് വിചാരിച്ചാൽ ഞാൻ പിന്നെ ഒന്നിനും കൊള്ളാത്തവനായില്ലേ? എനിക്ക് യാതൊന്നും വേണ്ടാന്ന്. ഞാൻ ആത്മപൂർണനാണ്, ആത്മപൂർണനാണ്, ആപ്തകാമനാണ്. ജഡോന്മത്ത പിശാചപത്. ജഡനെപ്പോലെയും ഉന്മത്തനെപ്പോലെയും പിശാചിനെപ്പോലെയുമാണ് അങ്ങടെ ചര്യ. ജനേഷു ദഹ്യമാനേഷു കാമലോഭ ദവാഗ്നിന ന തപ്യസേ അഗ്നിന മുക്തോ ഗംഗാംബസ്ഥ ഇവ ദ്വിവഃ. ജനേഷു ദഹ്യമാനേഷു. നിങ്ങൾക്കിത് രുചിക്കുന്നുണ്ടോപ്പാ? വാസ്തവം പറയും. ജനേഷു ദഹ്യമാനേഷു. ജനങ്ങളിങ്ങനെ ദഹിക്കുക. ഈ ലോകത്തിന് ഉൾക്കൊണ്ടിട്ടേ ദഹിക്കുന്നു. ഒരു കുട്ടി ഉണ്ടായാൽ സന്തോഷിക്കല്ലേ വേണ്ടേ? ഉണ്ടായാൽ തുടങ്ങി അതിന് ജലദോഷം വന്നു എന്ന് പേടി. എന്ത് നമ്മൾ നന്നാവണമെന്ന് വിചാരിച്ച് ചെയ്യണോ അതൊക്കെ നമ്മളിൽ കശപിശ ഉണ്ടാക്കി തീർക്കുന്നതാണ്. ജനേഷു ദഹ്യമാനേഷു കാമലോഭദവാഗ്നിന. ഒരു ഭാഗത്ത് കാമം, ഒരു ഭാഗത്ത് ലോഭം, കാട്ടുതീ പോലെ ജ്വലിക്കുകയാണത്. ന തപ്യസേ അഗ്നിനാമുക്തോ. ആ സമയത്ത് പ്രഭോ അങ്ങ് ഒരു കൂസലും കൂടാതെ, ഒന്നിനെയും ഗൗനിക്കാതെ, ഒരു കൊമ്പനാന ഗംഗാനദിയിൽ ഇറങ്ങി ഇങ്ങനെ കിടക്കുക, തണുത്ത വെള്ളത്തിൽ, ഒരു കൂസലും ഇല്ലാതെ. അതുപോലെ അങ്ങ് കിടക്കണം. ഈ ലോകത്തിന് അങ്ങയിൽ ഒരാകർഷണവുമില്ല, ഒരു വികർഷണവുമില്ല. ഒരു തരത്തിലും ഇത് അങ്ങയെ കിടിലം കൊള്ളിക്കാൻ പറ്റുന്നില്ല. എന്താണ് ഇതിൻ്റെ വിശേഷം? ത്വം ഹിന പൃച്ഛതാം ബ്രഹ്മൻ ആത്മന്യാനന്ദകാരണം ബ്രൂഹി സ്പർശവിഹീനസ്യ ഭവതഃ കേവലാത്മനഃ. എത്ര വലിയ അർത്ഥങ്ങളാണ് ഈ പദങ്ങൾക്കെന്നറിയോ? ത്വം ഹി ന പൃച്ഛതാം ബ്രഹ്മൻ. ദാ അങ്ങയോട് ഞാൻ ചോദിക്കുന്നു, ആത്മന്യാനന്ദകാരണം, ആത്മനി ആനന്ദകാരണം. ഈ ഒരു വരി മറക്കരുത് നിങ്ങൾ. ആത്മനി ആത്മനി. നിങ്ങളെല്ലാവരും കൂടി പറഞ്ഞാൽ എനിക്കറിയാം, പകുതി ആൾ പറയുമ്പോഴും അറിയാം. കഷ്ടം. എന്തിനാ നിങ്ങളുടെ നാവ്? ആത്മനി ആത്മനി ആനന്ദകാരണം, ആനന്ദകാരണം, ആത്മന്യാനന്ദകാരണം, 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 ആത്മന്യാനന്ദകാരണം. ആത്മാവിൽ തന്നിൽ തന്നെ ആനന്ദകാരണം. പുറമേയുള്ള ഒന്നിനെയും നോക്കാതെ ഉള്ളു മാത്രം നോക്കിക്കൊണ്ട് ആ ഉള്ളുണർവിൽ അങ്ങേയറ്റത്തെ സംതൃപ്തിയും സൗഭാഗ്യവും സാഫല്യവും നോക്കി അങ്ങ് നടക്കുന്നുണ്ടല്ലോ. ഇതിനുള്ള കാരണം എന്താ, സൂത്രം എന്താ എന്നെനിക്ക് പറഞ്ഞു തരൂന്ന്. ബ്രൂഹി സ്പർശവിഹീനസ്യ ഭവത കേവലാത്മനഃ. ഇതൊക്കെ വലിയ ഫിലോസോഫിക്കൽ ടേംസാണ്, ദാർശനിക വാക്കുകളാണ്. ബ്രൂഹി സ്പർശവിഹീനസ്യ. ഈ ലോകം മുഴുവനും അങ്ങയെ സ്പർശിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. എങ്ങനെയാണ് സ്പർശിക്കുക? പറയട്ടെ. നിങ്ങളുടെ ദേഹത്തെ ഒരു സാധനം വന്ന് തൊടും. അതുപോലെ ആകാശത്തേക്കാൾ സൂക്ഷ്മമായിരിക്കുന്ന മനസ്സിനെ എന്തെങ്കിലും ഒന്ന് വന്ന് തൊടുമോ? നോക്കൂ, ഇവിടെ ബോംബിട്ടു, പലതും ചെയ്തു. അത് ഭൂമിക്ക് കോട്ടം വരുത്താം, ജലത്തിന് കോട്ടം വരുത്താം, വായുവിന് കോട്ടം വരുത്താം. ആകാശത്തിൽ കോട്ടം വരുത്തുമോ? ആകാശത്തിനേക്കാൾ സൂക്ഷ്മമാണ് നിങ്ങളുടെ മനസ്സ്. അപ്പം ആ മനസ്സിൽ എന്തെങ്കിലും ഒന്ന് ഈ പ്രപഞ്ചത്തിൽ നിന്ന് കോട്ടം വരുത്താൻ പറ്റുമോ? പറ്റുമോ? ഉറപ്പിച്ച് പറയുന്നപ്പ. ആ മൂഢത പോട്ടെ, അജ്ഞാനം പോട്ടെ, അനങ്ങാണ്ടിരിക്കണം. ആകാശവല്ലേഭവിദൂരഗോഹം. ആകാശത്തെ പോലെ നിർലിപ്തനാണ് ഞാൻ. ആകാശവല്ലേഭവിദൂരഗോഹം ആദിത്യവത് ഭാസ്യവിലക്ഷണോഹം. ആദിത്യനെ പോലെ. ആദിത്യൻ എന്താ ചെയ്യണത്? എല്ലാ വസ്തുക്കളെയും പ്രകാശിപ്പിക്കുന്നു. ആ പ്രകാശിപ്പിക്കുമ്പോൾ ആദിത്യനെ പ്രകാശിപ്പിക്കാൻ വേറെ ഒരു വസ്തു വേണോ? വേണ്ട. അതുപോലെ എല്ലാറ്റിനെയും കണ്ടും കേട്ടും അനുഭവിപ്പിക്കുന്നു ഞാൻ. ആ ഞാൻ എന്നുള്ളത് സ്വയം തന്നെത്താനെയും വെളിപ്പെടുത്തുന്നു.
അങ്ങനെ ആദിത്യനെ പോലെ സ്വയം പ്രകാശമാണ് ഞാൻ. അഹാര്യവത് നിത്യവിനിശ്ചലോഹം, പർവ്വതത്തെപ്പോലെ ഞാൻ ഒരു വിധത്തിലും ചാഞ്ചല്യമില്ലാത്തവനാണ്, വിനിശ്ചലനാണ്. അംഭോധിവത് പാരവിവർജിതോഹം, സമുദ്രത്തെ പോലെ പാരവിവർജിതനാണ്. ഇതാണ് നിങ്ങളുടെ പര്യായങ്ങൾ. ഈ പാട്ട് പാടൂ പാടൂ പാടൂ. കാലത്തെണീറ്റ് എപ്പോഴെങ്കിലും ഒരു നല്ല സമയം നോക്കി ഒരു 3-4 തവണ ചൊല്ലൂ. എന്നിട്ട് നോക്കൂ നിങ്ങളുടെ മനസ്സ് എങ്ങനെ ഇരിക്കണമെന്ന്. ആകാശവല്ലേപവിദൂരഗോഹം ആദിത്യവത് ഭാസ്യവിലക്ഷണോഹം അഹാര്യവത് നിത്യവിനിശ്ചലോഹം അംഭോധിവത് പാരവിവർജിതോഹം. ആത്മഗാനം, ആത്മഗാനം. അങ്ങനെ രുചിച്ച് രുചിച്ച് നുണച്ച് ചൊല്ലണം. അപ്പോഴേ അത് ശരിയാവുള്ളൂ. ബ്രൂഹിസ്പർശവിഹീനസ്യ ഭവതഃ കേവലാത്മനഃ, അങ്ങ് കേവലാത്മാവാണ്. അങ്ങയുടെ കൂടെ നിൽക്കാൻ വേറെ ഒന്നുമില്ല. ഞാനെന്ന ഭാവമതു തോന്നായിക വേണമിഹ, തോന്നുന്നതാകിൽ അഖിലം ഞാനിതെന്ന വഴി തോന്നേണമേ വരദാ. തുഞ്ചത്തെഴുത്തച്ഛൻ പാടിയത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? അതൊക്കെ അവിടെ ഉണ്ടല്ലേ. യദുനൈവം മഹാഭാഗോ ബ്രഹ്മണ്യേന സുമേധസ പൃഷ്ടസഭാജിതപ്രാഹ പ്രശ്രയാവനതം ദ്വിജഃ. യദുനൈവം മഹാഭാഗോ, യദുചക്രവർത്തിയാൽ, മഹാഭാഗനായ യദുചക്രവർത്തിയാൽ ഇങ്ങനെ ചോദിക്കപ്പെട്ടപ്പോൾ ബ്രഹ്മണ്യേന സുമേധസ, എല്ലാവരോടും നല്ല ബഹുമാനമുള്ളവനാണ്, ബ്രാഹ്മണനെ പൂജിക്കുന്നവനാണ്. ആരെ? യദു. പൃഷ്ട സഭാജിതപ്രാഹ പ്രശ്രയാവനതം ദ്വിജഃ, വളരെ വിനയത്തോടുകൂടി ആദരവോടുകൂടി ഇങ്ങനെ ചോദിച്ചപ്പോൾ അതിന് മറുപടിയായിട്ട് ഈ സഞ്ചരിക്കുന്ന അവധൂത ദ്വിജൻ മറുപടി പറയാൻ തുടങ്ങി. എന്താ മറുപടി പറയണത്? സന്ധിമേ ഗുരവോ രാജൻ ബഹവോ ബുദ്ധ്യുപാശ്രിതാഃ യതോ ബുദ്ധിമുപാദായ മുക്തോ അടാമീഹ താൻ ശൃണു. ശ്രീമദ് ഭാഗവതത്തിൽ വളരെ വിശേഷപ്പെട്ട ഒരു ഭാഗമാണ്. 24 ഗുരുക്കന്മാരെ പറ്റി പറയുക അവധൂതൻ. ആരാ ഈ ഗുരുക്കന്മാർ? ബഹവോ ബുദ്ധ്യുപാശ്രിതാഃ, ബഹവോ ബുദ്ധ്യുപാശ്രിതാഃ. ആ വാക്കൊന്ന് പറയൂ. ബുദ്ധ്യുപാശ്രിതാഃ, ബുദ്ധിയെ ആശ്രയിച്ചിരിക്കുന്നവരെന്ന്. ഈ വസ്തുക്കളെയും വ്യക്തികളെയും സംഭവങ്ങളെയും ഒക്കെ ഞാൻ കണ്ടു പരന്ന ഈ ലോകത്തിൽ. കണ്ടിട്ട് എൻ്റെ ബുദ്ധി അതിനെക്കുറിച്ച് ആലോചിച്ച് കണ്ടെത്തുകയാണ് ഓരോന്നിൽ നിന്നും പഠിച്ച പാഠങ്ങൾ. അപ്പോൾ വസ്തുക്കളോ ദൃശ്യങ്ങളോ അവിടെ ഉണ്ട്. അതിനെ കണ്ടതും ചിന്തിച്ചതും കാര്യങ്ങൾ ഉണർന്നതും ഞാനാണെന്ന്. അപ്പോൾ എൻ്റെ ഗുരുക്കന്മാരൊക്കെ എൻ്റെ ബുദ്ധിയാണ്, ബുദ്ധിയിൽ ആശ്രയിച്ചിരിക്കുന്നവരാണ്. ആ ബുദ്ധിയെക്കൊണ്ട് ചിന്തിപ്പിക്കാനായി പല ദർശനങ്ങളും ഉപയോഗപ്പെട്ടു എന്ന് മാത്രം. അങ്ങനെ എനിക്ക് എത്ര ഗുരുക്കന്മാരുണ്ട്? സന്ധിമേ ഗുരവോ രാജൻ ബഹവോ ബുദ്ധ്യുപാശ്രിതാ. അനവധി ഗുരുക്കന്മാരുണ്ട്. അവരെല്ലാവരും എൻ്റെ ബുദ്ധിയെ ആശ്രയിച്ചിരിക്കുന്നവരാണ്. യതോ ബുദ്ധിമുപാദായ മുക്തോ അടാമീഹതാൻ ശൃണു. എൻ്റെ ബുദ്ധി തന്നെ ഓരോന്നിനെയും കണ്ട് എനിക്ക് ഉപദേശിച്ചു തന്ന തത്വങ്ങളും മൂല്യങ്ങളും സിദ്ധാന്തങ്ങളും അവയുടെ ചുവട് പിടിച്ചാണ് ഞാൻ അടാമീഹതാൻ ശൃണു ഈ ലോകത്തിൽ ഇങ്ങനെ സ്വതന്ത്രനായി സഞ്ചരിക്കുന്നത്. ഇങ്ങനെ എന്നെ സഞ്ചരിക്കാറാക്കിയിട്ടുള്ള 24 ഗുരുക്കന്മാരെ പറ്റി ഞാൻ അങ്ങയ്ക്ക് പറഞ്ഞു തരാം. അപ്പോൾ കൃഷ്ണൻ്റെ 24 ഗുരുമുഖങ്ങൾ എന്നാണ് ഞാൻ ആ പുസ്തകത്തിന് ശീർഷകം കൊടുത്തിരിക്കുന്നത്. എന്താ കാരണം? കൃഷ്ണൻ ഇത് മുഴുവനും അംഗീകരിച്ച് ഉദ്ധവനോട് പറയുന്നുണ്ടല്ലോ. ആരാ ഇത് പറഞ്ഞത്? യദുചക്രവർത്തി, അദ്ദേഹത്തിൻ്റെ തന്നെ പൂർവജൻ. അപ്പോൾ ഈ 24 പേരും പറഞ്ഞത് ഉപദേശിക്കുമ്പോൾ ആ 24 പേരെയും ഗുരുവായി സ്വീകരിച്ചിട്ട് തന്നെയാണ് കൃഷ്ണനും പറയുന്നത്. അതാണ് 24 ഗുരുമുഖങ്ങൾ എന്ന് പറഞ്ഞത്. സന്ധിമേ ഗുരവോ രാജൻ ബഹവോ ബുദ്ധ്യുപാശ്രിതാഃ യതോ ബുദ്ധിമുപാദായ മുക്തോ അടാമീഹതാൻ ശൃണു.
പൃഥിവീ വായുരാകാശം ആപോഗ്നിശ്ചന്ദ്രമാ രവിഃ കപോതോ അജഗരസിന്ധുഃ പതംഗോ മധുഹൃദ്ഗജഃ മധുഃ ഹരിണോ മീനഃ പിംഗല കുരരോർഭകഃ കുമാരീ ശരകർസർപ്പ ഊർണനാഭിസുപേശകൃത്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇതാണപ്പാ ഹൈന്ദവധർമ്മം. പരന്ന ഈ ലോകത്തിൽ തുറന്നു നോക്കി കണ്ടുപിടിക്കൂ. ഛന്നത്വമാർന്നു കനൽ പോലെ നിറഞ്ഞുലകിൽ ചിന്നുന്ന നിൻമഹിമയാർക്കും തിരിക്കരുത്. അന്നു കണ്ടതിനെ വാഴ്ത്തുന്നു മാമുനികളെന്നത്രേ. ഇതല്ലേ എഴുത്തച്ഛൻ പാടിയത്? ഛന്നത്വമാർന്ന കനൽ പോലെ നിറഞ്ഞുലകിൽ. തീ കത്തുമ്പോൾ കാണാം, കത്തിയൊക്കെ കഴിഞ്ഞ് അത് തീക്കനലിൽ വെണ്ണീറിൽ മൂടിക്കിടക്കുമ്പോൾ ഒന്നും അറിയില്ല. മെല്ലെ തൊട്ടാൽ ചുടും കൂടിയില്ല. ആ വെണ്ണീർ മാറിയാൽ കൈ പൊള്ളും. അങ്ങനെ ഈ പ്രപഞ്ചത്തിൽ സർവ്വദിക്കിലും തരിയായ തരി, അണുവായ അണു, എല്ലാ സ്ഥലത്തും ഒരുപോലെ തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ് ഈ ബ്രഹ്മചൈതന്യം എന്ന് പറയുന്നത്. അതിൻ്റെ മഹിമ പൂർണ്ണമായി വിവരിക്കാൻ ഒരാൾക്കും സാധ്യമല്ല. എന്നാൽ മഹർഷിമാരെ ഇവിടെ ഒന്ന് ഊതി ആ തീക്കനൽ അതിൻ്റെ ചുവപ്പ് നിറം കാണിച്ചു തന്നു. അന്നിങ്ങനെ കണ്ടതിനെ, അന്നു കണ്ടതിനെ വാഴ്ത്തുന്നു മാമുനികൾ. അതാണ് ഇവിടെ. ഈ ലോകം മുഴുവനും ചൈതന്യപൂർണമാണ്. ആനന്ദ നിർഭരമാണ്. ആഹ്ലാദ തിമിർപ്പിനാണ് എല്ലാ സ്ഥലത്തും നമുക്ക് വഴി. പൂർണ്ണേ മനസി സമ്പൂർണം ജഗത് സർവം സുധാദ്രവൈ. വസിഷ്ഠ മഹർഷി പറയുകയാണ്. ആരോട്? 16 വയസ്സുള്ള രാമനോട്. അയോധ്യയിലെ ദർബാർ ഹാളിൽ വെച്ചിട്ടാണ് നടക്കുന്നത് സംസാരം. രാമനാണ് അവിടെ സെൻറ്ററിൽ. പരിസരത്തിലോ അച്ഛനുണ്ട്, അമ്മമാരുണ്ട്, പാലസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, പട്ടണവാസികളുണ്ട്, സ്ത്രീകളുണ്ട്, പുരുഷന്മാരുണ്ട്, എല്ലാവരും ഉണ്ട്. രാമനെ നോക്കി വസിഷ്ഠൻ പറയുക, പൂർണ്ണേ മനസി സമ്പൂർണം ജഗത് സർവം സുധാദ്രവൈ. തൻ്റെ മനസ്സ് പൂർണ്ണമാകുമ്പോൾ ഈ ലോകം മുഴുവനും സുധാദ്രവൈ, ഒഴുകിപ്പോകുന്ന സുധ കൊണ്ട്, അമൃത് കൊണ്ട് പൂർണ്ണമായി തീരും. നിങ്ങൾ ഈ ലോകത്തിനെ പൂർണ്ണമാക്കാൻ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ മനസ്സ് പൂർണ്ണമായാൽ മതി. ഉപാനദ്ഗൂഢപാദസ്യ നനു ചർമ്മ ആസ്തൃതൈവ ഭൂ. എന്താ അതിനർത്ഥം? നിങ്ങൾ നടക്കുന്നിടത്തൊക്കെ കല്ലും മുള്ളും ചരലും മണലും ഒക്കെ ഉണ്ട്. അതൊന്നും വേണ്ട. എനിക്ക് എല്ലാ സ്ഥലത്തും ഒരു പരവതാനി വിരിച്ച് കിട്ടണമെന്ന് പറഞ്ഞ് ലോകത്തിൽ നടക്കുമ്പോഴൊക്കെ പരവതാനി വിരിക്കാൻ പോണോ? വേണ്ട. കാലിൽ 2 ചെരുപ്പ് അങ്ങോട്ട് ഇട്ടോളൂ, എന്നിട്ട് നടന്നോളൂ. ആ ചെരുപ്പ് കാലിൻ്റെ അടിയിൽ ഉള്ളിടത്തോളം കാലം ചെല്ലുന്നിടത്തൊക്കെ ആ ചെരുപ്പിൻ്റെ തോലിട്ട് മൂടിയമായിരുന്നു തോന്നുന്നു. അതേപോലെയാണ് മനസ്സ് പൂർണ്ണമായാൽ ലോകം മുഴുവനും പൂർണ്ണമാണ്. അപ്പോൾ ഈ 24 ഗുരുജനങ്ങളെ വെച്ച് ആലോചിച്ചു നോക്കി ഓരോന്നിൽ നിന്നും കിട്ടുന്ന മൂല്യങ്ങളും നിർദ്ദേശങ്ങളും തത്വങ്ങളും സിദ്ധാന്തങ്ങളും എല്ലാം ഉൾക്കൊണ്ട് എൻ്റെ ബുദ്ധിയും മനസ്സും അങ്ങോട്ട് നിറഞ്ഞു തുളുമ്പുകയാണ്. അതുകൊണ്ട് എനിക്കിങ്ങനെ ഫ്രീ ആയിട്ട് സഞ്ചരിക്കാൻ പറ്റുള്ളൂ. ആരും എന്നോട് ചോദിക്കാറില്ല. അങ്ങിപ്പോൾ ചോദിച്ചു, കുറേയൊക്കെ എനിക്ക് അങ്ങയെപ്പറ്റി മനസ്സിലായി. അതുകൊണ്ട് ഞാൻ വിശദമായി പറയാം എൻ്റെ ഗുരുക്കന്മാരുടെ ചരിത്രം. പൃഥിവീ വായുരാകാശം ആപോഗ്നിശ്ചന്ദ്രമാരവി. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? പൃഥിവി, ആദ്യമായിട്ട് അമ്മ. എന്തൊരു ക്ഷമയാണ് നമ്മുടെ അമ്മയ്ക്ക്. നമ്മളൊക്കെ ഭൂസന്താനങ്ങളാണ്. അപ്പോൾ ഈ അമ്മയുടെ ക്ഷമ, ഭൂജനനിയുടെ ക്ഷമ കുറച്ചെങ്കിൽ നമ്മളിൽ വേണ്ടേ? നമ്മളതല്ല. 1-ാം വാക്കിന് ശുണ്ഠിയെടുക്കും, 2-ാം വാക്കിന് കയറിയടിക്കും. ഇതാണ് നമ്മുടെ സമ്പ്രദായം. പൃഥിവീ വായുരാകാശം, അത് കഴിഞ്ഞാൽ വായു, പിന്നെയോ ആകാശം. ആപോഗ്നിശ്ചന്ദ്രമാരവി, വെള്ളം, അഗ്നി, ചന്ദ്രൻ, സൂര്യൻ, കപോതോ, കപോതപക്ഷി, അജഗരഹ, മലമ്പാമ്പ്, സിന്ധു, കപോതോ അജഗര സിന്ധു, പതംഗോ മധുഹൃത് ഗജഃ,
പുഴകൾ, സമുദ്രം, ഈയാമ്പാറ്റ, തേൻ പിടിക്കാൻ പോകുന്നവൻ, ആന, മധുഹ, എല്ലാ മധുവിനെയും അപഹരിച്ചു പോകുന്നവൻ, തേൻ ശേഖരിക്കുന്ന തേനീച്ച, ഹരിണോ മീനഹ, മീൻ പക്ഷി, പിംഗല. അവർ മിഥിലാനഗരിയിലെ ഒരു വേശ്യാസ്ത്രീയായിരുന്നു. അപ്പം മിഥിലാപുരിയിൽ പ്രസിദ്ധയായ ഒരു വേശ്യാസ്ത്രീ പിംഗല, അവിടെ നിന്നും പഠിച്ചു അത്രേ. കുരരോർഭക, പക്ഷി, കുട്ടി, കുമാരി, ശരകൃത്, സർപ്പ, ഒരു പെൺകുട്ടി, ശരമുണ്ടാക്കുന്ന ആൾ, മൂർച്ച കൂട്ടുന്ന ആൾ, സർപ്പം, ഊർണനാഭി, എട്ടുകാലി, സുപേശകൃതി, ഇങ്ങനെയെല്ലാം. പൃഥിവീ വായുരാകാശം ആപോഗ്നിശ്ചന്ദ്രമാരവി കപോതോ അജഗരസിന്ധു പതംഗോ മധുഹൃദ്ഗജ മധുഹാ ഹരിണോ മീന പിംഗല കുരരോർഭക കുമാരീ ശരകൃത് സർപ്പ ഊർണനാഭിസുപേശകൃത് ഏതേ മേ ഗുരവോ രാജൻ ചതുർവിംശതിരാശ്രിതാഃ ശിക്ഷാവൃത്തിഭിരേതേഷാം അന്വശിക്ഷമിഹ ആത്മനഃ. ഏതേ മേ ഗുരവോ രാജൻ, ഈ 24 പേരാണ് എൻ്റെ ഗുരുക്കൾ, അല്ലേ രാജൻ. ചതുർവിംശതിരാശ്രിതാഃ ശിക്ഷാഃ വൃത്തിഭിരേതേഷാം, ഇവർ ഓരോരുത്തരിൽ നിന്നും ഞാൻ ഓരോ കാര്യങ്ങൾ പേർത്തെടുത്ത് പഠിക്കണ്ടായി. അന്വശിക്ഷമിഹ ആത്മനഃ, ഈ പഠിച്ചത് മുഴുവൻ എന്നെ അലങ്കരിച്ചു, എന്നെ സമ്പന്നമാക്കി, എല്ലാം കൂടി എന്നെ പൂർണ്ണനാക്കി. ഞാനിങ്ങനെ നടക്കുക. വലിയ വിശേഷമായിട്ടുള്ളൊരു കാര്യമാണ്. പലരും വിചാരിക്കും ഹിന്ദുമതം. മതം എന്നുള്ള വാക്കിനർത്ഥം അഭിപ്രായം എന്നാണ്. ഹിന്ദുക്കളായ നമുക്കുള്ള അഭിപ്രായങ്ങളാണ് നമ്മൾ പറയുന്നത്. ആ അഭിപ്രായത്തിൽ ഇവിടെ അവധൂതൻ പറയുന്ന ഒരു അഭിപ്രായം, ഇതും പ്രധാനപ്പെട്ട ഒരു ഭാഗമാണ് നമ്മുടെ ഹൈന്ദവ ധർമ്മ സിദ്ധാന്തങ്ങളിൽ. അങ്ങനെ എത്രയോ പേര് നമ്മളെ ഈ ധർമ്മം പ്രതിപാദിക്കാനും അതിന് വ്യാഖ്യാനവും വിവരണവും നൽകാനുമായി എത്രയോ പേര് കാലാകാലത്തിൽ പുറപ്പെടുന്നുണ്ട്. അവരെല്ലാം കൂട്ടിച്ചേർത്ത് സംഭാവന ചെയ്ത് നിലനിർത്തിപ്പോരുന്നതാണ് നമ്മുടെ ഹൈന്ദവ ധർമ്മ സിദ്ധാന്തം എന്ന് പറയുന്നത്. ഏതേ മേ ഗുരവോ രാജൻ ചതുർവിംശതിരാശ്രിതാഃ ശിക്ഷാവൃത്തിഭിരേതേഷാം അന്വശിക്ഷമിഹ ആത്മനഃ. സംവേദ്യവർജിതമനുത്തമമേകമാദ്യം സംവിത്പദം വികലനം കലയൻ മഹാത്മൻ ഹൃദ്യേവ തിഷ്ഠ കലനാരഹിതക്രിയാം തു കുർവൻ അകർത്തൃപദമേത്യ ശമോദിതശ്രീഃ. കുർവൻ അകർത്തൃപദമേത്യ ശമോദിതശ്രീഃ. ഞാൻ ഓംകാരം നിങ്ങളെല്ലാവരും കൂടി ജപിച്ചിട്ട് നിർത്താം. എണീക്കരുത്, ചില കാര്യങ്ങൾ പറയാനുണ്ട്. ഇതാ മുദ്ര എടുത്തോളൂ, സമാപന ഓംകാരം ജപിക്കാൻ. ഓ